എറിഞ്ഞു കൊല്ലണമെന്ന സൂക്തം ഖുർആനിൽ കാണാനില്ല. അത് ഉണ്ടായിരുന്നു എന്നാണ് ഉമ്മർ പറഞ്ഞത് എന്നാണ് ബുഖാരി പറയുന്നത്. ഖുർആൻ ക്രോഡീകരിക്കാൻ വേണ്ടി എല്ലാവരും കൂടെ അങ്ങനെ കൂടിയിരുന്നതൊക്കെ വാരിക്കൂട്ടുണ്ടാക്കുന്ന സമയത്ത് ഒരാള് വന്ന് പറഞ്ഞത് നമ്മുടെ ഇത്ഖാനില് ജലാലുദ്ദീൻ സുയൂത്തിയുടെ ഇത്ഖാൻ എന്ന ഉലൂമുൽ ഖുർആൻ എന്ന പ്രസിദ്ധ വിജ്ഞാന ശാഖയിലെ പ്രസിദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ജനങ്ങൾ കഴുതകളെ പോലെ എണ്ണ കൊണ്ടിരിക്കുന്ന ഈ സമയത്താണോ ചങ്ങാതിയെ നീ ആ ആയത്തൊക്കെ ഇതിൽ ഉൾപ്പെടുത്തുന്നത്, തുന്നുന്നത്? വേണ്ട, ഒഴിവാക്കിക്കള. ഒരാള് വന്നിട്ട് പറയാണ് ആരോട്? ഈ ഖുർആൻ ക്രോഡീകരിക്കാൻ ഉസ്മാനും സെയ്ദും ഒക്കെ കൂടെ കൂടിയ സമയത്ത് വേറൊരാൾ വന്ന് പറഞ്ഞതായിട്ട് അതിനകത്ത് പറയും, അതുകൊണ്ട് ഒഴിവാക്കി എന്നാ പറഞ്ഞത്. വേറെ ഒരു ഹദീസിൽ പറയുന്നത് അത് ആട് തിന്നുപോയി എന്നാണ്. അത് ആയിഷ ഒപ്പിച്ച പണിയാണ്. നബി മരിച്ച അന്ന് നബീന്റെ തലക്കണീന്റെ ചോട്ടന്ന് ആട് ഈ ഓലയൊക്കെ തിന്ന കൂട്ടത്തിൽ ആ ആയത്ത് തിന്നുപോയി എന്നാണ്, അതുകൊണ്ട് ഒഴിവായി എന്നാണ്. എങ്ങനെയായാലും അത് ആരോ മുക്കി എന്നുള്ളത് ശരിയാണ്. അങ്ങനെ ഖുർആനിൽ നിന്ന് തന്ത്രപൂർവ്വം മുക്കിക്കളഞ്ഞ ആയത്താണ് അത്. ഏത്? വ്യഭിചരിക്കുന്ന സ്ത്രീ പുരുഷന്മാരിൽ ഓരോരുത്തരെയും അത് പെട്ടു. ഇതൊക്കെ ശിക്ഷകളാണ്. ഞാനൊന്നും വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. അപ്പൊ ഖുറാനിൽ പറഞ്ഞത് അതായിരുന്നു എന്ന് മാത്രമല്ല, ഖലീഫ ഉമറിന്റെ ഈ ആയത്ത് എടുത്തുകൊണ്ട് ഇസ്ലാമിക ലോകം ഇന്നും, അവിടെയാണ് പ്രശ്നം, ഖുറാനിൽ ഇല്ലാത്ത നിയമം ഇന്നും നടപ്പിലാക്കുന്നു. ഖുറാനിൽ അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഉമർ പറഞ്ഞു എന്നുള്ള ഒരു ഹദീസിന്റെ മാത്രം അടിസ്ഥാനത്തിൽ വ്യഭിചാര കുറ്റത്തിന് എറിഞ്ഞു കൊല്ലുന്നു. പക്ഷെ 4 ദൃക്സാക്ഷി വേണം കേട്ടോ വ്യഭിചാരത്തിന്. 4 ആള് ശരിക്കും കാണണം. ബ്ലൂ ഫിലിമിൽ കാണുമ്പോൾ കണ്ടാൽ മാത്രമേ കോടതി ശിക്ഷ വിധിക്കുള്ളൂ. പക്ഷെ ഇത് ബലാത്സംഗത്തിനും ബാധകമാണ്. അവിടെയാണ് പ്രശ്നം. ബലാത്സംഗം ചെയ്യുന്ന ആള് 4 മൂലക്കിൽ 4 സാക്ഷികളെ കൊണ്ടേ നിർത്തിയിട്ട് ഇത് ചെയ്യൂലല്ലോ. അപ്പൊ ബലാത്സംഗം ചെയ്തോന്ന് ഇസ്ലാമിൽ ശിക്ഷയില്ല എന്ന് മാത്രമല്ല, ഖുർആൻ അനുസരിച്ച് 4 സാക്ഷികൾ ഇല്ലാതെ ഈ ആരോപണം ഒരാൾ ഉന്നയിച്ചാൽ, അത് ഇരയായ സ്ത്രീ ഉന്നയിച്ചാൽ പോലും ഓക്കിട്ട് 80 ചാട്ടവാറടി കൊടുക്കണം. അതിൻ്റെ ഒന്നും കഥയിലേക്ക് ഞാൻ പോകുന്നില്ല. ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സ്ത്രീകളുടെ അവകാശത്തിന്, സ്ത്രീകൾക്ക് ഇസ്ലാമിൽ വോട്ടവകാശം ഉണ്ടോ? ജനാധിപത്യത്തിൽ ഇസ്ലാമിക രാജ്യങ്ങളിൽ വോട്ടിന്റെ ഏർപ്പാടേ ഇല്ല. കാരണം അവിടെ രാജഭരണവും ഖലീഫ ഭരണവും മറ്റു ഏർപ്പാടുകളൊക്കെയാണ്. ഇസ്ലാമിൽ അങ്ങനെ ഒരു സംവിധാനത്തെ കുറിച്ച് എവിടെയും പറഞ്ഞിട്ടില്ല. നബി മരിക്കുന്നത് വരെയും നബി മരിച്ചാൽ ആരാണ് ഖലീഫ ആവേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാൻ നബി മറന്നുപോയി, അള്ളയും മറന്നുപോയി. അതുകൊണ്ടുണ്ടായ ഇടങ്ങേറ് ചില്ലറയൊന്നുമല്ല. മരിച്ച അന്നേരം തുടങ്ങി ഗ്രൂപ്പിൽ അടി. ആ അടിയിൽ പിന്നീട് വന്ന ഖലീഫമാരൊക്കെ വെട്ടുകൊണ്ട് മരിച്ചു. അങ്ങനെ മുസ്ലിങ്ങൾ 2 സെക്റ്റായിട്ട് തിരിഞ്ഞു, ഷിയ സുന്നി എന്ന് പറഞ്ഞിട്ട് അടി. ഇന്നും അടി നടക്കുന്നു. ഏതൊരു വെള്ളിയാഴ്ച ഒരു പള്ളിയെങ്കിലും പൊട്ടാത്തതില്ല, ഒരു പള്ളിയെങ്കിലും പൊട്ടിത്തെറിക്കാത്ത ഒരു വെള്ളിയാഴ്ച ഇല്ല. എന്താണ്? പാകിസ്ഥാനിൽ പൊട്ടുന്നു, ഇറാഖിൽ പൊട്ടുന്നു, ഇറാനിൽ പൊട്ടി. ഷിയാക്കളും സുന്നികളും ഉള്ളിടത്തൊക്കെ ഷിയാക്കളെ പള്ളിയിൽ മറ്റൊരു ബോംബ് വെക്കുന്നു, സുന്നികളെ പള്ളിയിൽ മറ്റൊരു ബോംബ്. മുഹറം 10 എല്ലാ മുഹറം 10 ഒരു 100 ആളെങ്കിലും മരിക്കും. ഇപ്രാവശ്യം മരിച്ചു പാകിസ്ഥാനിൽ. അത് സുന്നി ഷിയ സംഘടന. ഇവിടെ തുടങ്ങുന്നത് അധികാരത്തിന് വേണ്ടി, നബി മരിച്ച ഉടനെ അധികാരത്തിന് വേണ്ടി നടന്നിട്ടുള്ള വടംവലി. അള്ളാ മറന്നുപോയി ഒരായത്തിറക്കാൻ. നബി മരിച്ചു കഴിഞ്ഞാൽ ഇന്ന ആളെ ഖലീഫ ആക്കണമെന്നോ, അല്ലെങ്കിൽ ഇന്ന മാനദണ്ഡം അനുസരിച്ചാണ് നിങ്ങൾ ഖലീഫമാരെ തെരഞ്ഞെടുക്കേണ്ടതെന്നോ, അല്ലെങ്കിൽ ഇന്ന കോലത്തിലാണ് നിങ്ങൾ ഭരണാധികാരികളെ തെരഞ്ഞെടുക്കേണ്ടതെന്നോ ഉള്ള ഒരു സാമൂഹ്യ ജീവിതത്തിലെ പരമപ്രധാനമായ ഒരു കാര്യം ഖുർആൻ പറയാൻ വിട്ടുപോയി. സമ്പൂർണ്ണ ഗ്രന്ഥം എന്ന് പറയുന്നത്, എല്ലാ കാര്യത്തിനും പരിഹാരമുള്ള ഗ്രന്ഥം എന്ന് പറയുന്നത്. ആ ഗ്രന്ഥത്തിൽ ഇതില്ല. അതിന്റെ ഫലമാണ് ഇന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു പള്ളിയിലും മനസമാധാനത്തോടെ പോയി നിസ്കരിക്കാൻ പറ്റാത്തത് ഇതിന്റെ ഫലമാണ്. അള്ളാഹ് മറന്നുപോയതാണ്. എന്നാൽ നബി മരിച്ചാൽ നബീന്റെ ഭാര്യമാരാരും കെട്ടരുത് എന്ന് അള്ളാഹ് പറയാൻ മറന്നിട്ടില്ല. മനുഷ്യരാശിയുടെ സാമൂഹ്യ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ മറന്നുപോയ അള്ളാഹു ലോകത്തുള്ള ഒരു മനുഷ്യർക്ക് ഒരു കാലത്തും ആവശ്യമില്ലാത്ത ഒരു കാര്യം, അന്ന് ജീവിച്ചിരുന്ന കുറച്ച് ഒരു 10-20 കൊല്ലത്തെ ആൾക്കാർക്ക് മാത്രം ബാധിക്കുന്ന കാര്യം ഇതിൽ പറഞ്ഞു വെച്ചു. ലോകാവസാനം വരെയുള്ള കിതാബ്. സ്ത്രീകൾക്ക് വോട്ടവകാശം ഉണ്ടോ എന്ന കാര്യം ഇസ്ലാമിൽ ഒരു തർക്ക വിഷയമാണ്. വോട്ടവകാശം ഉള്ളിടത്ത് പാകിസ്ഥാനിൽ ഷിയാവുലക്കിന്റെ ഭരണകാലത്ത് ഈ തർക്കം പരിഹരിക്കാൻ 3 പണ്ഡിതന്മാരുടെ ഒരു കമ്മീഷനെ നിയോഗിച്ചു. ഒരു സുന്നി പണ്ഡിതൻ, ഒരു ഷിയ പണ്ഡിതൻ, പിന്നെ വേറെ ഒരു പണ്ഡിതൻ.
3 പേരും അങ്ങോട്ട് കിതാബ് നോക്കി പഠിച്ചിട്ട് 3 റിപ്പോർട്ടാണ് കൊടുത്തു ഷിയാബുല്ലൊക്കെ. 3 റിപ്പോർട്ടും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഒരാൾ പറഞ്ഞു സ്ത്രീകൾക്ക് പുരുഷന്മാർക്കും തുല്യമായ വോട്ടവകാശം കൊടുക്കാൻ, അതൊരു ആധുനിക പ്രശ്നമായിട്ട് കണ്ടാൽ മതി, നമ്മളെ പോലുള്ള ഒരാൾ. വേറൊരാള് കിതാബിൽ ഹദീസൊക്കെ അങ്ങനെ വായിച്ചു നോക്കിയിട്ട് പറഞ്ഞു വോട്ടവകാശം കൊടുക്കാം, പക്ഷെ ആ വോട്ട് ആണുങ്ങളെ വോട്ടിന്റെ പകുതിയായിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. അതിന്റെ തെളിവാണ് ഈ കാണുന്നത് ഹദീസ്. ഇതിലെന്താ പറയുന്നത്? നബി സ്ത്രീകളുടെ ഒരു സദസ്സിൽ പറഞ്ഞു, നിങ്ങൾക്ക് ബുദ്ധിയില്ല, ബുദ്ധി ഇല്ലാത്തതുകൊണ്ട്, നിങ്ങൾക്ക് ദീനും ബുദ്ധിയും കുറവായതുകൊണ്ട് നിങ്ങളൊക്കെ നരകത്തിലാണെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നിങ്ങൾ അധികം നരകത്തിലാണ്, അതുകൊണ്ട് നല്ലോണം പണിയെടുത്തോളി സ്വർഗത്തിൽ പോകാനില്ല. അതൊരു നല്ല ഉദ്ദേശത്തോടെ പറഞ്ഞതായിരിക്കാം. പക്ഷേ അപ്പൊ പെണ്ണുങ്ങൾ ചോദിച്ചു, എന്താ ഞങ്ങൾക്ക് ബുദ്ധിയില്ല എന്ന് പറയാൻ കാരണം, ഞങ്ങൾക്ക് ദീനില്ല എന്ന് പറയാൻ കാരണം എന്താന്ന് ചോദിച്ചപ്പോൾ കൊടുത്ത വിശദീകരണമാണ് ആ പച്ച നിറത്തിൽ കാണുന്നത്. സ്ത്രീകളുടെ സാക്ഷ്യത്തിന് പുരുഷന്റെ സാക്ഷ്യത്തിന്റെ മൂല്യമല്ലേ അള്ളാഹു കൽപ്പിക്കുന്നുള്ളൂ, അവർക്ക് ബുദ്ധി കുറവാണെന്നതിന്റെ ലക്ഷണമാണത്. പിന്നെ ദീൻ കുറഞ്ഞതിന്റെ ലക്ഷണം പിന്നെ പറയുന്നുണ്ട്, ആർത്തവം ഉണ്ടായാൽ സ്ത്രീകൾ നമസ്കാരവും നോമ്പ് ഉപേക്ഷിക്കുന്നില്ലേ, അവർക്ക് ദീൻ കുറവിന്റെ ആയതിന്റെ ലക്ഷണമാണത്. നോക്കണേ നിങ്ങള്. അതുകൊണ്ട് ഈ പെണ്ണുങ്ങൾ നരകത്തിലാവും എന്നാ പറയുന്നത്. അപ്പൊ ഈ ആർത്തവം ഉണ്ടാക്കിയതും ബുദ്ധി കുറച്ചതും അത് തന്നെയാണ്. ആ കാരണം പറഞ്ഞിട്ട് അത് തന്നെ ഇവരെ നരകത്തിലൂടെ. ഞാൻ ഏതായാലും ഇതൊന്നും വിശദീകരിക്കാനല്ല അത് പറഞ്ഞത്. ഈ രേഖ വെച്ചുകൊണ്ടാണ് പാകിസ്ഥാനിലെ ഒരു പണ്ഡിതൻ എന്ത് ചെയ്തത്, വോട്ടവകാശം കൊടുക്കാം പക്ഷെ പകുതി കൊടുത്താൽ മതി എന്നുള്ളത്. 3-ാമത്തെ ആള് പറഞ്ഞു, നബീന്റെ കാലത്തോ ഖലീഫമാരെ കാലത്തോ പെണ്ണുങ്ങൾ ഈ വക ഇടപാടിൽ ഒന്നും പങ്കെടുത്തതിന് യാതൊരു തെളിവില്ല. ഒരു ഖലീഫയ്ക്ക് വേണ്ടിയിട്ട് ബയ്യത്ത് ചെയ്യാൻ പോലും ഒരു പെണ്ണിനെ അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് ഇസ്ലാമിൽ പെണ്ണുങ്ങൾക്ക് വോട്ടവകാശമേ ഇല്ല. 3 റിപ്പോർട്ടും കൊണ്ടു കൊടുത്തു. 3ഉം ഇത് പ്രശ്നം പരിഹരിക്കാനാണ് കമ്മീഷനെ വെച്ചത്. പ്രശ്നം കൂടുതൽ ഗുരുതരായപ്പോൾ മൂപ്പര് അതെടുത്തിട്ട് ചവറ്റുകോട്ടയിലിട്ടു. അതാ സംഭവിച്ചു. പിന്നീട് അതൊക്കെ മാറി സ്ത്രീകൾക്ക് വോട്ടവകാശം ഉണ്ടെന്ന് തോന്നുന്നു ഇപ്പൊ പാകിസ്ഥാനിൽ. പക്ഷേ പല രാജ്യങ്ങളിലും ചെറിയ ചെറിയ തെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്ന കുവൈത്തിലൊക്കെ പെണ്ണുങ്ങൾ തെരുവിലിറങ്ങി സമരം ചെയ്തിട്ട് ഇപ്പോ വന്നിട്ടുണ്ട്. ഇറാനിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ എന്തുകൊണ്ടാണ്? സ്ത്രീകൾക്ക് വോട്ടവകാശം ഉണ്ടോ ഇല്ലേ, ഉണ്ടെങ്കിൽ പകുതിയോ മുഴുവനോ എന്ന് തർക്കം നടക്കുകയാണ്. എപ്പോ? 21-ാം നൂറ്റാണ്ടിൽ. നമ്മളൊക്കെ ജനാധിപത്യത്തിന്റെ ഉത്തുംഗത്തിലേക്ക് വികസിച്ചു കൊണ്ടിരിക്കുമ്പോ ഇവിടെ തർക്കം നടക്കുകയാണ്. അതാണ് മതവും മതമൂല്യങ്ങളും തമ്മിലുള്ള പൊരുത്തക്കേട്. ഈ ഇരിക്കുന്നത് ആരാന്നറിയോ നിങ്ങൾക്ക്? നമ്മളെ കേരളത്തിൽ നിന്നുള്ള ഒരു താത്തയാണ്. 120 കോടി ജനങ്ങളുടെ നീതിന്യായം വിധിക്കാൻ അർഹതയുള്ള സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഫാത്തിമ ബീവിയുടെ ചിത്രമാണ്. ഒരു കോടതിയിൽ സാക്ഷി പറയാൻ സ്ത്രീകൾക്ക് അവകാശമില്ല, കാരണം സ്ത്രീകൾക്ക് ബുദ്ധി കുറവാണ് എന്നാണ് ഖുർആനിലും ഹദീസിലും കൂടെ പറയുന്നത്. ഖുർആനിൽ പെണ്ണുങ്ങൾ ഒരു സാമൂഹ്യ പ്രശ്നത്തിലും സാക്ഷി പറയാൻ അർഹതയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി പെണ്ണുങ്ങൾ മാത്രം സാക്ഷികളായിട്ടുള്ള വല്ല ഇടങ്ങേറിച്ച പ്രശ്നം വന്നാൽ നിങ്ങൾ 2 പെണ്ണുങ്ങളെ ഒരാണിന് തുല്യമായിട്ട് കണക്കാക്കിയിട്ട് എടുത്തോളി എന്നേ പറഞ്ഞിട്ടുള്ളൂ ഖുർആനിൽ. എന്ന് വെച്ചാൽ ഒരു സ്ത്രീ കോടതിയിൽ സാക്ഷി പറഞ്ഞാൽ അവളുടെ സാക്ഷ്യം പുരുഷന്റെ പകുതിയായിട്ട് കണക്കാക്കണം. അതായത് ഞാൻ പോയി സാക്ഷി പറഞ്ഞതിന് പകരം പെണ്ണുങ്ങളാണെങ്കിൽ 2 ആള് പോയി സാക്ഷി പറഞ്ഞു. അരപ്പുരുഷൻ, ഒരു പെണ്ണ് അരപ്പുരുഷൻ. ഇന്ത്യയിൽ 120 കോടി മനുഷ്യർക്ക് ന്യായവും നീതിയും വിധിക്കാനുള്ള സാക്ഷി പറയുന്ന ഒരു സാക്ഷിയല്ല, ന്യായം വിധിക്കാനുള്ള സുപ്രീം കോടതിയിലെ നീതിപീഠത്തിലെ പരമാധികാരമുള്ള സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ഫാത്തിമ ബീവി, ഒരു മുസ്ലിം സ്ത്രീ. ഇത് നമ്മളെ മലപ്പുറം ജില്ലയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റാ. ഇവിടെ പഞ്ചായത്ത്, ത്രിതല പഞ്ചായത്തിൽ സ്ത്രീകൾക്ക് സംവരണം ഏർപ്പെടുത്തിയപ്പോൾ നമ്മുടെ കാന്തപുരം മുസ്ലിയാരും കൂട്ടരൊക്കെ ഭയങ്കരമായിട്ട് ബഹളം വെച്ചു. ലീഗിന്റെ ഇടയിൽ ചെറിയ പ്രശ്നം ഉണ്ടായി. ആദ്യം മുതലെടുക്കാൻ വേണ്ടിയിട്ടാണ് മറ്റേ സുന്നികൾ ഈ സുന്നികളെ ഇതാക്കാൻ വേണ്ടിയിട്ടാണ് അത് അനിസ്ലാമിക എന്നൊക്കെ പ്രചരിപ്പിച്ചിരുന്നു. ഇപ്പൊ ആരും പോലും പറയുന്നില്ല. ഇപ്പൊ കാന്തപുരം പോലും പറയുന്നില്ല സ്ത്രീകള് പഞ്ചായത്ത് ഭരിക്കാൻ പാടില്ല, വോട്ട് ചെയ്യാൻ പാടില്ല. കാരണം അത്ര മാറിപ്പോയി. ഒരു ജില്ലയുടെ ഭരണാധികാരം ഒരു മുസ്ലിം സ്ത്രീ വഹിക്കുന്നു. സൗദി അറേബ്യയിൽ ഇപ്പോഴും സ്ത്രീകൾക്ക് കാർ ഓടിക്കാൻ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുന്നില്ല. പെണ്ണുങ്ങൾ കാർ ഓടിക്കാൻ പാടില്ല. അതിനെ പരിഹസിച്ചുകൊണ്ട് ആരോ ഫേസ്ബുക്കിലിട്ട ഒരു ചിത്രമാണത്. ശരിയ അപ്രൂവ്ഡ് കാർ. കാർ ഓടിക്കാൻ പാടില്ല എന്നുള്ളത് മാത്രമല്ല തമാശ,
പെണ്ണുങ്ങൾക്കൊക്കെ കാറുണ്ട്, നല്ല സാമ്പത്തിക സ്ഥിതിയുണ്ട്. അറബികളുടെ പെണ്ണുങ്ങൾക്കൊക്കെ 1ഉം 2ഉം കാറുണ്ടാവും. പക്ഷെ പെണ്ണിന് കാറിൽ യാത്ര ചെയ്യണമെങ്കിൽ മഹ്റം കൂടെ വേണം. എന്താ മഹ്റം? ഒന്നുകിൽ പുതിയാപ്പിള, അല്ലെങ്കിൽ ബാപ്പ, അല്ലെങ്കിൽ ആങ്ങള. ഈ 3ൽ ഒരാൾ കൂടെ അല്ലാതെ ഒരു പെണ്ണിന് കാറിൽ സീറ്റിൽ പിന്നിലിരുന്ന് പോകാൻ പറ്റില്ല. പിന്നല്ലേ ഓടിക്കൽ. അന്യപുരുഷന്റെ കൂടെ ഓടിക്കാൻ പാടില്ല, അതുകൊണ്ട് ഡ്രൈവറെ വെച്ച് പോകാൻ പറ്റില്ല. പെണ്ണുങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ പാടില്ല, അതുകൊണ്ട് സ്വന്തം ഓടിച്ചും പോകാൻ പാടില്ല. ചുരുക്കി പറഞ്ഞാൽ സൗദി അറേബ്യയിൽ പെണ്ണിന് കാറിൽ പോകാൻ പറ്റില്ല. ബാപ്പയോ പുതിയാപ്പിളയോ ആങ്ങളെയോ ഇല്ലെങ്കിൽ രക്ഷയില്ല. വീട്ടിലിരുന്നോളാം, കാർ അവിടെ കിടക്കും, തുരുമ്പിടിച്ചു പോകും. അതിന് രസകരമായ ഒരു പരിഹാരം നിർദ്ദേശിച്ചു സൗദി അറേബ്യയിലെ ഒരു മുഫ്തി. അത് ഞങ്ങളൊക്കെ കുറെ ചർച്ച ചെയ്ത് ചിരിച്ചതാ. എന്താണെന്നറിയോ? ഡ്രൈവർക്ക് മുല എടുത്താൽ മതി. തമാശ പറയല്ല. സൗദി അറേബ്യയിലെ ഒരു വലിയ പണ്ഡിതൻ ഫത്വ ഇറക്കിയതാണ്. അങ്ങനെ നിങ്ങൾക്ക് അന്യപുരുഷനായ ഡ്രൈവറെ വെക്കണമെന്നുണ്ടെങ്കിൽ ആ ഡ്രൈവർക്ക് മുല കൊടുത്താൽ മതി. അപ്പൊ മുലകുടി ബന്ധം വന്നാൽ പിന്നെ ഇമ്മയും മകനും തമ്മിലുള്ള ബന്ധമായിട്ടാണ് കണക്കാക്കാൻ ശരിയത്ത്. അപ്പൊ പിന്നെ വണ്ടി ഓടിച്ച് പോകാന്നാണ്. അത് കേട്ടിട്ട് നമ്മളൊക്കെ മലയാളികളായ ഒരുപാട് ചെറുപ്പക്കാര് ഫേസ്ബുക്കിലൊക്കെ കമന്റ് ഇട്ടു, അവിടെ ഒരു ഡ്രൈവർ പയ്യന് കിട്ടിയ കഴിച്ചിലായിരുന്നു. നോക്കണേ നിങ്ങള്, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? മതമുണ്ടായ ഗോത്രകാലത്തെ മൂല്യങ്ങൾ മാത്രമാണ് മതം സംരക്ഷിക്കുന്നത്. ആ മൂല്യങ്ങൾ കൊണ്ട് ഇടങ്ങേറായിട്ട് കിടന്നിട്ട് നെട്ടോട്ടമോടുകയാണ്, വ്യാഖ്യാനം കൊണ്ട് നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടമോടുകയാണ് ഇന്ന് ഈ കൂട്ടർ ചെയ്യുന്നത്. ഗോത്രകാലത്തെ മറ്റൊരു വിചിത്രമായ നിയമമുണ്ട് ഖുറാനിൽ. എന്റെ സമയമാകുമ്പോ പറയണേ അധ്യക്ഷൻ. വിശ്വാസികളെ കൊല്ലപ്പെട്ടവരുടെ കാര്യത്തിൽ പ്രതികാര കൊല ചെയ്യൽ നിങ്ങൾക്ക് നിയമമാക്കിയിരിക്കുന്നു. അതായത് സ്വതന്ത്രനും അടിമയ്ക്ക് അടിമയും സ്ത്രീക്ക് സ്ത്രീയും എന്ന നിലയിൽ 2:178. ഖിസാസ് എന്ന് പറഞ്ഞാല് ഗോത്രകാലത്തെ ഒരു നിയമമാണ്. ഒരാളെ കൊന്നാൽ പകരം കൊന്നോന്റെ ഗോത്രത്തില് ഒരാളെ കൊല്ലുക. കൊന്നോനെ കൊല്ലല്ല കേട്ടോ, ആരും തെറ്റിദ്ധരിക്കണ്ട. ഈ പ്രശ്നം അങ്ങനെയാണ്, ഇത് വിവാദ വിഷയമാണ്. ഇതിപ്പോ വ്യാഖ്യാനിച്ചിട്ട് കൊന്നോനെ കൊല്ലുക എന്ന് ആക്കി മാറ്റിയിട്ടുണ്ട്. അങ്ങനെയല്ല സംഭവം. ഞാൻ ഇതിന്റെ തഫ്സീറുകളൊക്കെ എടുത്ത് വായിച്ചു നോക്കിയപ്പോഴാണ് സംഗതി മനസ്സിലായത്. ഇതിന്റെ അവതരണ പശ്ചാത്തലം വാക്കിദിയുടെ തഫ്സീറിലൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ട്. ഒരു ഗോത്രക്കാര് മറ്റൊരു ഗോത്രക്കാരൻ തമ്മിൽ കലഹം ഉണ്ടായപ്പോ ആ ഗോത്രത്തില് ഒരു പെണ്ണിനെ കൊന്നാൽ പകരം ഒരാണിനെ കൊല്ലുന്നു എന്ന് പറഞ്ഞ് ആരോ നബിയുടെ മുമ്പിൽ പരാതി പറഞ്ഞപ്പോഴാണ് അള്ളാഹു ഈ ആയത്തിറക്കിയത്. അത് അനീതിയാണെന്നാ പറഞ്ഞു. എന്റെ ഗോത്രത്തിലെ ഒരു പെണ്ണിനെ വേറൊരു ഗോത്രക്കാരൻ വന്ന് കൊന്നു കഴിഞ്ഞാൽ പകരം ആ ഗോത്രത്തിലെ ഒരാണിനെ കൊല്ലാൻ പാടില്ല. അത് വളരെ അനീതിയാണ്. കാരണം പകുതിയല്ലേ വിലയുള്ളൂ. 100 റുപ്യ കട്ടായി 200 റുപ്യ തിരിച്ചു അങ്ങനെ ശരിയല്ലല്ലോ. ഒരു പെണ്ണിനെ കൊന്നാൽ പകരം പെണ്ണിനെ കൊല്ലാൻ പാടുള്ളൂ എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പൊ കൊന്നയാളാണോ പെണ്ണോ അടിമ സ്വതന്ത്രനോ എന്തോ ആയിക്കോട്ടെ, കൊല്ലപ്പെട്ടത് സ്ത്രീയാണെങ്കിൽ കൊന്നവന്റെ ഗോത്രത്തിലെ സ്ത്രീയെ പകരം കൊല്ലണം എന്ന ഗോത്ര നിയമമാണ് ഖുർആനിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് പിന്നെ ക്യാൻസൽ ചെയ്തു എന്നാണ് തഫ്സീറിലൊക്കെ പറയുന്നത്. ക്യാൻസൽ ചെയ്താലും ചെയ്തില്ലെങ്കിൽ ഒരു പടച്ചോൻ എഴുതിയ നിയമമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ എന്റെ വീട്ടിൽ ഒരു കള്ളൻ കയറി വന്നിട്ട് എന്റെ ഭാര്യനെ കൊന്നു വിചാരിക്കും. ഞാനെന്താ ചെയ്യേണ്ടത്? ആ കള്ളന്റെ വീട്ടിൽ പോയിട്ട് ഓന്റെ ഭാര്യനെ കൊന്നിട്ട് വരണം. എന്തൊരു നീതിയാണ്! ദൈവം പറയുന്ന നീതിയാണ്. കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന് പറയുന്ന സാധനം വേറെ ഉണ്ട്. അത് ബൈബിളിലുള്ള, അത് ഈ പറയുന്നത് ബൈബിളാണ്, ഖുറാനല്ല. ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് അയൽക്കാരനെ ഏതെങ്കിലും വിധത്തിൽ വിരൂപപ്പെടുത്തണം. ഇങ്ങോട്ട് വിരൂപപ്പെടുത്തിയാൽ അത് ഏതെങ്കിലും വിധത്തിൽ വിരൂപപ്പെടുത്തും. ഒടിവിനൊടിവ്, കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്. അയാൾ എങ്ങനെ അംഗഭംഗപ്പെടുത്തിയോ അങ്ങനെ തന്നെ അയാളെയും അംഗഭംഗപ്പെടുത്തണം. ഇതാണ് നമ്മളെ നൗഷാദിന്റെ പ്രശ്നം ആലപ്പുഴയില്. ഓർമ്മ ഉണ്ടെങ്കിൽ അറബിയായിട്ട് അടി ഉണ്ടാക്കി, വീടിയെന്ന് അടി ഉണ്ടാക്കി. അറബി ഇവനെന്തോ എടുത്ത് വീശിയപ്പോ അറബീന്റെ ഒരു കണ്ണ് പൊട്ടി. സൗദി അറേബ്യയിലെ കോടതി വിധിച്ചതെന്താ? ഓന്റെ ആ കണ്ണ് കത്തിയോണ്ട് കുത്തിപ്പൊട്ടിക്കണം. നൗഷാദ്, നമ്മുടെ ആലപ്പുഴക്കാരൻ നൗഷാദിന്റെ കണ്ണ് കുത്തി പൊട്ടിക്കാതിരിക്കാൻ ആദ്യം ഇടപെട്ടത് ബഹുമാനപ്പെട്ട മന്ത്രി ഇ അഹമ്മദാണ്.
ശരീഅത്ത് സംരക്ഷിക്കാൻ നടക്കുന്ന നമ്മളെ ലീഗിന്റെ മന്ത്രി. ഞാൻ ചോദിച്ചു, ആരാണ് കത്തി ചൂണ്ടിയത്? പാവം അറബിയെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവിടുത്തെ കോടതിയെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കത്തി ചൂണ്ടിയത് വേറെ ആരുമല്ല, പടച്ചോന. അതിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇത് തന്നെയാണ് ഖുറാനിലും ബൈബിളിലും ഉള്ളത്. അന്നത്തെ ഗോത്ര നിയമമാണത്. പകരത്തിന് പകരം ചെയ്യുക. കണ്ണ് പൊട്ടിയാൽ പകരം കണ്ണ് പൊട്ടിക്കുക, കൈ പോയാൽ പകരം കൈ വയ്ക്കുക, ഒരാളെ കൊന്നാൽ പകരം അതേപോലത്തെ വേറൊരാളെ കൊല്ലുക. ഇത് പഴയ ഗോത്രകാലത്തെ നിയമമാണ്. അത് ബൈബിളിൽ പറയുന്നു, അത് തന്നെയാണ് ഖുറാനും ആവർത്തിക്കുന്നത്. ഇനി സ്ത്രീകളുടെ കാര്യം, ഖുറാനിലെ സ്ത്രീ സങ്കല്പത്തിന് ഈ ഒരൊറ്റ ആയത്താണ് വിശദീകരിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. എന്താണ്? നിസാഉക്കും ഹർസുലക്കും. അവിടെ നിന്ന് അങ്ങനെ തുടങ്ങുന്നുണ്ട്. നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങളുടെ കൃഷിസ്ഥലമാണ്, അതിനാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന വിധം സ്വന്തം കൃഷിസ്ഥലത്ത് നിങ്ങൾക്ക് ചെല്ലാം. ഈ ആയത്ത് ഇറങ്ങിയ ചരിത്ര പശ്ചാത്തലം വിവരിക്കുന്ന തഫ്സീറുകൾ വായിക്കുമ്പോഴാണ് ഇതിന്റെ ശരിയായ അർത്ഥം മനസ്സിലാവുക. ഞാനത് പുസ്തകങ്ങളിലൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അത് അൻസാറുകളും മുഹാജിറുകളും തമ്മിൽ കല്യാണ ബന്ധം ഉണ്ടായ സമയത്ത് അവിടുന്ന് വന്ന പുരുഷന്മാർ ഇവിടുത്തെ സ്ത്രീകളുമായി കല്യാണം കഴിച്ച് ബന്ധപ്പെട്ടപ്പോൾ ഈ സ്ത്രീകൾക്ക് പരിചയമില്ലാത്ത ചില രീതിയിൽ അവരുമായിട്ട് ലൈംഗിക ബന്ധത്തിന് ശ്രമിച്ചു. അപ്പൊ സ്ത്രീകൾക്ക് അത് പരിചയമില്ലാത്തതുകൊണ്ടും അത് പേടിയായതുകൊണ്ടും സ്ത്രീകൾ പരാതി പറഞ്ഞു. കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല. ആ പരാതിക്ക് പരിഹാരം തേടി ഒരു സ്ത്രീ നബിയുടെ സന്നിധിയിൽ ചെന്നപ്പോൾ നബി അതിന് പരിഹാരം പറയാൻ വേണ്ടി അള്ളാഹുവുമായിട്ട് കൺസൾട്ട് ചെയ്തപ്പോൾ അള്ളാഹ് പറഞ്ഞു കൊടുത്ത വർത്താനം അത്. നിങ്ങൾ ആരോടാ പറഞ്ഞു കൊടുത്തത്? പരാതിയുമായി ചെന്ന പെണ്ണിനോടല്ല പറഞ്ഞത്. പെണ്ണിനെ പീഡിപ്പിച്ചു എന്ന് പറയപ്പെടുന്ന പുരുഷനോടാണ് പറയുന്നത്. നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങളുടെ കൃഷിസ്ഥലം തന്നെയാണ്, അതുകൊണ്ട് നിങ്ങൾ ഇച്ഛിക്കുന്ന വിധത്തിലൊക്കെ അവിടെ പോയി കൃഷി നടത്തിക്കോ, നമുക്ക് യാതൊരു പരാതിയില്ല. അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. വാക്കിദിയുടെ തഫ്സീർ എന്ന് എടുത്തിട്ടുള്ളതാണ് ഞാൻ ഈ പറഞ്ഞ കാര്യമാണ് അതിനകത്തുള്ളത്, വിശദീകരിക്കുന്നില്ല. സ്ത്രീകൾ പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ നിയന്ത്രണ അധികാരമുള്ളവരാകുന്നു. അവരിൽ ചിലരേക്കാൾ ശ്രേഷ്ഠതാക്കിയതുകൊണ്ടും ധനത്തിൽ നിന്നും അവർ ചെലവ് ചെയ്യുന്നത് കൊണ്ടുമാണത്. അതിനാൽ ഉത്തമ സ്ത്രീകൾ അനുസരണയുള്ളവരും അള്ളാഹു അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചിരിക്കാൻ ഭർത്താക്കന്മാരുടെ അസാന്നിധ്യത്തിൽ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ച് പോരുന്നവരുമാണ്. ഏതെങ്കിലും സ്ത്രീകൾ അനുസരണക്കേട് കാണിക്കുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്നുവെങ്കിൽ അവരെ നിങ്ങൾ ഉപദേശിക്കുക, കിടപ്പുമുറിയിൽ കെട്ടിയിടുക, അവരെ അടിക്കുക. അങ്ങനെ നിങ്ങൾക്ക് കീഴടങ്ങിയാൽ അവരെ സംബന്ധിച്ച് മറ്റൊരു മാർഗവും അന്വേഷിക്കരുത്. നിശ്ചയമായും അള്ളാഹു ഉന്നതനും മഹാനുമാകുന്നു. ഇവിടെ കെട്ടിയിടുക എന്ന് ഞാൻ പറഞ്ഞത് കുറച്ച് കടന്ന കൈയല്ലേ എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. കാരണം നമ്മുടെ നാട്ടിൽ കെട്ടിയിടുക എന്ന അർത്ഥം ഒരു തഫ്സീറിലും കൊടുത്തിട്ടില്ല. കിടപ്പറയിൽ അവരെ ഉപേക്ഷിക്കുക എന്നാണ് ഇവിടെ അർത്ഥം കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഖുർആന്റെ ഏറ്റവും ബൃഹത്തായ തഫ്സീർ എഴുതിയ മുഫസ്സിർ തബരി പറയുന്നത് കിടപ്പറയിൽ വെടിയാനല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്, കിടപ്പറയിൽ കെട്ടിയിടാനാണ്. അതിന് കുറെ ന്യായങ്ങൾ അദ്ദേഹം നിരത്തുന്നുണ്ട്. ആ തബരിയുടെ തഫ്സീർ അനുസരിച്ചാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മറ്റു തഫ്സീറുകളിലൊന്നും അങ്ങനെ ഇല്ല എന്നതുകൊണ്ട് ഞാൻ കള്ളം പറഞ്ഞു എന്ന് പറയരുത്, തബരി കള്ളം പറഞ്ഞു എന്ന് വേണമെങ്കിൽ പറഞ്ഞു. ഇവിടെ അനുസരണക്കേട് കാണിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നിയാലാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യേണ്ടത്. ഇവിടെ ആരാണ് പ്രതിയും വാദിയും ജഡ്ജിയും ആരാച്ചാരും? ഒരാൾ. ഈ കേസില് പ്രതിയും വാദിയും ആരാച്ചാരും ജഡ്ജിയും ഒക്കെ ഒരാളാണ്. ആരാ തീരുമാനിക്കുന്നത് അനുസരണക്കേട് കാണിച്ചു എന്നുള്ളത്? ഇയാൾ തന്നെ. ആരാണ് ശിക്ഷ വിധിക്കുന്നത്? ഇയാൾ തന്നെ. ആരാ നടപ്പിലാക്കുന്നത്? ഇയാൾ തന്നെ. ഒരു പ്രശ്നവുമില്ല. അതിന് അള്ളാന്റെ സപ്പോർട്ടുണ്ട്. ഭാര്യനെ തല്ലണം എന്നൊക്കെ ഒരു പടച്ചോൻ ഇക്കാലത്ത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു നാണക്കേടല്ലേ. നമ്മൾ തല്ലണവരൊക്കെ ഉണ്ടാവും, തിരിച്ചു തല്ല് കിട്ടുന്നവരും ഉണ്ടാവും, അത് വേറെ കാര്യം. പക്ഷെ ഭാര്യയെ തല്ലണം എന്നൊക്കെ ഒരു മതഗ്രന്ഥത്തിൽ ദൈവം എഴുതി വെച്ചു എന്ന് വിശ്വസിക്കുന്നവന്റെ തലച്ചോറിന്റെ അവസ്ഥ എന്താ നിങ്ങൾ ആലോചിച്ചു? ഇവൻ ഗോത്രകാലത്തിന് പണയം വെച്ചിരിക്കുകയാണ്. 1400 2000 വർഷം മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യന്റെ മൂല്യസങ്കല്പങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന ഈ വിശ്വാസങ്ങൾക്ക് തലച്ചോറിനെ പണയം വെച്ച ഒരാൾക്ക് ഇതും ഇതിനപ്പുറമൊക്കെ വിശ്വസിക്കാൻ കഴിയുന്നു. അത്ഭുതകരമാണത്. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇതൊക്കെ വായിച്ചപ്പോൾ, ഞാൻ ആദ്യം വായിച്ചപ്പോൾ 17ാമത്തെ വയസ്സിൽ ഇത് ആദ്യം വായിച്ചപ്പോൾ തന്നെ എന്റെ വിശ്വാസം ഭൂന്നിറങ്ങു പോയി. പിന്നെ തിരിച്ചു കിട്ടിയിട്ടില്ല. ഈമാൻ ആ പോക്ക അമ്പ് പോണ മാതിരി ഈമാൻ പോയി എൻ്റെ ഹൃദയത്തിൽ നിന്ന്. അങ്ങനെയാണ്.
കാരണം ഇതൊന്നും ഒരു ദൈവം പറയില്ല എന്ന് കോമൺ സെൻസ് ഉള്ള ആർക്കും ഇത് ആദ്യം വായിക്കുമ്പോൾ മനസ്സിലാവും. പക്ഷെ കോമൺ സെൻസ് പോലും മരവിച്ചു കിടക്കുന്ന വിശ്വാസികളിൽ എന്നതുകൊണ്ടാണ് ഈ അസംബന്ധങ്ങളൊക്കെ ദൈവിക ഗ്രന്ഥങ്ങളാണെന്നും പറഞ്ഞ് ഇന്നും നിലനിൽക്കുന്നത്. ഇനി മൊറാലിറ്റിയെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ നാട്ടില് മൊറാലിറ്റി എന്ന് പറഞ്ഞു കേട്ടാ പിന്നെ ആകെ ഒരു കാര്യമുള്ളൂ, സെക്സ്. സത്യത്തിൽ ഒരു പരിഷ്കൃത സമൂഹത്തിന്റെ മുമ്പിൽ മൊറാലിറ്റി എന്ന് പറഞ്ഞ നൂറുകണക്കിന് പ്രശ്നങ്ങൾ. നേരത്തെ വിശ്വനാഥൻ ഡോക്ടർ ക്ലാസ്സിൽ പറഞ്ഞാല് ജീവിതം ആസ്വദിക്കാൻ ആയിരക്കണക്കിന് ഉപാധികളുണ്ട്. നമ്മുടെ അഭിരുചികൾക്കനുസരിച്ച് നമുക്ക് എന്ത് മാർഗവും തിരഞ്ഞെടുക്കാം. ഞാൻ തിരഞ്ഞെടുത്ത മാർഗമാണ് ഇതൊക്കെ. എന്റെ ജീവിതം ആസ്വദിക്കാൻ ഞാൻ കണ്ടെത്തിയ മാർഗമാണ്. ഞാൻ കള്ളുടിക്കലോ പെണ്ണുടിക്കലോ അല്ല. ഇതാണ് എനിക്ക് ഏറ്റവും എൻജോയബിൾ ആയിട്ട് തോന്നുന്നത്. ചിലർക്ക് ഫോട്ടോഗ്രാഫി ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് ചിത്രം വരക്കലായിരുന്നു. സതീശനാണെങ്കിലും സതീശൻ അവിടെ കാർട്ടൂൺ വരക്കലാണ് ഓന്റെ ഹോബി. ചിലർക്ക് പ്രകൃതി നിരീക്ഷണം, ചിലർക്ക് യാത്ര. ഇങ്ങനെ പല തരത്തിലാണ് നമ്മൾ ജീവിതം ആസ്വദിക്കുന്നത്. സെക്സ് മാത്രമല്ല ജീവിതത്തിന്റെ ആസ്വാദനം, കള്ളുടി മാത്രമല്ല. കള്ളൊരു ആസ്വാദനമേ അല്ല. കള്ളുകുടി ശരിക്കും നമ്മുടെ മനസ്സിനെ, നമ്മുടെ ബ്രെയിനിന്റെ പ്രവർത്തനത്തെ അബ്നോർമൽ ആക്കിയിട്ട് നമ്മൾ ഒരു തരത്തിൽ അത് എൻജോയ് ചെയ്യുന്നു എന്ന് നടിക്കുകയാണ്. യഥാർത്ഥത്തിൽ അതൊരു എൻജോയ്മെന്റ് ഒന്നുമല്ല. അങ്ങനെ ആരെങ്കിലും യുക്തിവാദികൾ ആരെങ്കിലും അങ്ങനെ മദ്യപാനം ഒരു എൻജോയ്മെന്റ് ആണെന്ന് കരുതുന്നുണ്ടെങ്കിൽ തെറ്റാണ്. ഒരു മദ്യപാനിക്ക് കിട്ടുന്നതിനേക്കാൾ എത്രയോ വലിയ എൻജോയ്മെന്റ് മദ്യമൊന്നും കഴിക്കാതെ ഈ പ്രപഞ്ചത്തെ വിശാലമായ ഒരു മനസ്സുകൊണ്ട് നോക്കിക്കാണാൻ നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. മദ്യമൊന്നും വേണം. ഇവിടെ സെക്സിന്റെ കാര്യം വരുമ്പോഴാണ് മൊറാലിറ്റി വരുന്നത്. മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ സെക്സ് മാത്രം. എന്താണ് സെക്സുമായി ബന്ധപ്പെട്ട് മൊറാലിറ്റി? മതത്തിന്റെ മൊറാലിറ്റി, ഇന്നത്തെ മൊറാലിറ്റി. ഈ മൊറാലിറ്റി മാറും. നമ്മൾ ഇന്നത്തെ സമൂഹത്തിൽ ലൈംഗികതയെക്കുറിച്ച് നിലനിൽക്കുന്ന സങ്കല്പങ്ങൾ തീർച്ചയായിട്ടും മാറുന്നതാണ്, മാറിക്കൊണ്ടിരിക്കുന്നു. എന്റെ തലമുറയുടെ ലൈംഗിക മൊറാലിറ്റി അല്ല അടുത്ത തലമുറയുടെ, കുറച്ച് വ്യത്യാസമുണ്ട്. എന്റെ വാപ്പാന്റെ തലമുറയിലെ മൊറാലിറ്റി അല്ല എന്റെ മൊറാലിറ്റി. ഓരോ തലമുറ കഴിയുമ്പോഴും മാറ്റങ്ങൾ ഉണ്ടാവുന്നത്. പണ്ട് തിക്കുറിശി പറഞ്ഞൊരു കാര്യം ഓർക്കുന്നുണ്ട്. തിക്കുറിശിയൊക്കെ സിനിമയിൽ നായകനായിട്ട് അഭിനയിക്കുമ്പോൾ നായികനെ കെട്ടിപ്പിടിക്കുന്നതും ഉമ്മ വെക്കുന്നതും ഒക്കെ ക്യാമറ ആംഗിൾ മാറ്റിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യലായിരുന്നു, തൊടാൻ പാടില്ലായിരുന്നു. എന്നിട്ട് തിക്കുറിശി പറയാം, ഇപ്പോഴത്തെ ചെറുപ്പക്കാരൻ എന്തൊരു ഭാഗ്യവാന്മാരാ, അവർക്ക് ഇപ്പൊ അഭിനയിക്കുമ്പോൾ കെട്ടിപ്പിടിച്ച് തന്നെ അഭിനയിക്കാലോ. ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഇങ്ങനെ ഒരു മീറ്റർ അകലത്തിലൊക്കെ നടന്നു പോകുന്നത് പോലും വളരെ മൊറാലിറ്റിക്കെതിരായിരുന്നു. ഇന്നിപ്പോ തോളിൽ കൈയിട്ടിട്ടും കൈ പിടിച്ചിട്ടും കെട്ടിപ്പിടിച്ചിട്ടും പെണ്ണുമാണും കോളേജ് ക്യാമ്പസിൽ നടക്കുന്നത് ഒരു മൊറാലിറ്റി പ്രശ്നമായിട്ട് ആരും കാണുന്നില്ല. നാളെ അതിൻ്റെ അപ്പുറത്തേക്ക് പോകും. വിവാഹം ചെയ്ത് കുടുംബജീവിതം നയിക്കൽ മാത്രവും ആ കുടുംബത്തിലെ വിവാഹ ബന്ധത്തിലൂടെയുള്ള ലൈംഗികത മാത്രമാണ് സദാചാരം എന്നാണ് ഇന്ന് നമ്മുടെ ഒരു പൊതുബോധം. നല്ലതാണ്. സമൂഹത്തിന്റെ ഒരു സുരക്ഷിതത്വത്തിനും നമ്മുടെ കുട്ടികളുടെ സുരക്ഷിതത്വത്തിനും കുടുംബ വ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയിൽ അത്തരം ഒരു ലൈംഗിക സങ്കല്പം വളരെ നല്ലതാണ്. അത് സംരക്ഷിക്കപ്പെടേണ്ടതാണ്. ഏതുവരെ? കുടുംബം എന്ന സാമൂഹ്യ യൂണിറ്റ് നിലനിൽക്കുന്നിടത്തോളം കാലം. കുടുംബം എന്ന സാമൂഹ്യ യൂണിറ്റ് വന്നത് സ്വകാര്യ സ്വത്തുമായി ഒക്കെ ബന്ധപ്പെട്ട്, ഈ സ്വത്തിന്റെ ദായക്രമവുമായി ബന്ധപ്പെട്ട്. അത് തകർന്നു കഴിഞ്ഞാൽ സ്വത്തവകാശം അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കേണ്ട ഒരു സാഹചര്യം ഇല്ലാതാവുമ്പോൾ കുടുംബം എന്ന യൂണിറ്റ് തകരും. കുടുംബം എന്ന യൂണിറ്റ് തകർന്നാൽ ഇപ്പൊ യൂറോപ്പിലൊക്കെ 40% വരെ ആളുകൾ വിവാഹം കഴിക്കാതെ ജീവിക്കുന്നവരാണ്. ഇഷ്ടമുള്ളവർ പരസ്പരം പ്രണയിച്ച് ഇണചേർന്ന് ജീവിക്കുന്നു. അവർ ജനിപ്പിക്കുന്ന കുട്ടികളെ പ്രായപൂർത്തിയാവുന്നതുവരെ സംരക്ഷിക്കാനുള്ള ഒരു ഉയർന്ന സാമൂഹ്യ ബോധം നിലനിർത്തിക്കൊണ്ട്, അതല്ലെങ്കിൽ കുട്ടികളെ ജനിപ്പിക്കാതിരിക്കാനുള്ള സാങ്കേതിക മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ എത്രയോ ആളുകൾ കേരളത്തിലും അങ്ങനെ എത്രയോ നൂറുകണക്കിന് ആളുകൾ ജീവിക്കുന്നുണ്ട്. ഈ വിവാഹം എന്ന് പറയുന്ന ഒരു ഉപചാരം നടത്താതെ തന്നെ ജീവിക്കുന്നവരുണ്ട്. അതൊക്കെ ശരിയോ തെറ്റോ എന്നുള്ളതൊക്കെ വരും തലമുറകൾ ചർച്ച ചെയ്യട്ടെ. ഞാൻ അതോ ഇവിടെ ഒന്നും ശരിയേത് തെറ്റേത് എന്ന് പട്ടിക എഴുതി കലണ്ടർ എഴുതി തൂക്കി വെക്കാനേ പറ്റില്ല. കാരണം കാലം മാറുന്നു, ദേശം മാറുന്നു, ഇതിൻ്റെയൊക്കെ സാമൂഹ്യ ഘടന മാറുന്നു. അതിനനുസരിച്ച് ഇതൊക്കെ മാറി വന്നതാണ്. ഇന്നത്തെ ഈ കുടുംബം ഇന്നലെ ഉണ്ടായിരുന്നില്ല. അത് എത്രയോ വ്യത്യസ്തമായിട്ടുള്ള സങ്കല്പമായിരുന്നു. കേരളത്തിൽ ഒരു 50 കൊല്ലം മുമ്പ് ഈ കുടുംബ വ്യവസ്ഥ അല്ല ഉണ്ടായിരുന്നത്. എൻ്റെ തൊട്ടടുത്ത വീട്ടില് വേലുവും രാമനും ജ്യേഷ്ഠനും അനുജനുമായിരുന്നു. അവർക്ക് രണ്ടാൾക്കും കൂടെ ഒരു ഭാര്യയാണ് ഉണ്ടായിരുന്നത്. അവർക്ക് രണ്ടാൾക്കും കൂടെ 2 മക്കളുണ്ട്. ഈ 2 മക്കളിൽ
ആരാണ് രാമന്റെ ആരാണ് വേലുവിന്റെ എന്ന് ഈ മക്കൾക്കോ അമ്മയ്ക്കോ അച്ഛന്മാർക്കോ അറിയില്ല, അറിയേണ്ട ആവശ്യമില്ല. രണ്ട് അച്ഛന്മാരും കൂടെ ഈ മക്കളെ സുഖമായിട്ട് വളർത്തി. എനിക്ക് തോന്നുന്നത് വളരെ നല്ല സിസ്റ്റമാണ്. കാരണം എന്താ, ഒരച്ഛൻ മരിച്ചു പോയാലും കുട്ടി അനാഥരാവുന്നില്ല. രണ്ട് വാപ്പാര് ഒരേമാതിരി കുട്ടികളെ സ്നേഹിച്ച് വളർത്തുന്നു. ആരുടെ ബീജത്തുനിന്ന് ജനിച്ചു എന്നുള്ളതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. അത് നമ്മൾ വെറുതെ കൽപ്പിക്കുന്ന ഒരു പ്രാധാന്യമാണ്. ദത്തെടുത്ത കുട്ടികളെ സ്വന്തം മക്കളെക്കാൾ സ്നേഹത്തോടെ വളർത്തുന്ന എത്രയോ ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ ലോകം. ദത്തെടുക്കലേ ഹറാമാണ് ഇസ്ലാമിൽ. അതാണ് ഇസ്ലാം വരുത്തി വലിയൊരു മാറ്റമാണത്. നല്ലൊരു സംഗതി കൊണ്ടുപോയിട്ട് മോശാക്കി. അതിൻ്റെ ഒന്നും കഥയിലേക്ക് പോകണം. അപ്പൊ ഈ ലൈംഗിക സദാചാരത്തെ കുറിച്ചുള്ള മതത്തിന്റെ സങ്കല്പങ്ങൾ എന്താണെന്ന് നോക്കുക. അത് ഗോത്രകാലത്തെ ആണോ ഇന്നത്തെ മനുഷ്യർക്ക് പറ്റുന്നതാണോ എന്ന് നോക്കുക. ഖുർആനിൽ പറയുന്നത് നിങ്ങളുടെ ലൈംഗിക അവയവങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ ചാരിത്രത്തെ ഭാര്യമാരോ സ്വന്തം അടിമ സ്ത്രീകളോ അല്ലാത്തവരിൽ നിന്നും കാത്തു സൂക്ഷിക്കുന്നവരും അപ്പോൾ ഉള്ളവർ തീർച്ചയായും ആക്ഷേപിക്കപ്പെടുകയില്ല. എന്നാൽ അതിന്റെ അപ്പുറത്തേക്ക് പോകുന്നവരാണെങ്കിൽ അവർ അതിക്രമികളാണ്. ഇവിടെ രണ്ട് ലിസ്റ്റാ കൊടുത്തിട്ടുണ്ട്, ഭാര്യമാരും അടിമ സ്ത്രീകളും. നോക്കണം നിങ്ങള്, പഠിച്ചോനാ പറയുന്നത്. ഇനി അതിന്റെ തൊട്ടടുത്ത് അന്നിസായിലെ 24-ാം വാക്യം, നിങ്ങൾക്ക് നിഷിദ്ധം ഹറാമാക്കിയിരിക്കുന്നു. കല്യാണം കഴിക്കുന്ന കാര്യമല്ല, ലൈംഗിക ബന്ധത്തിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഭർത്താക്കന്മാരുള്ള സ്ത്രീകളും, അത് ന്യായം. കണ്ടോന്റെ ഭാര്യമാരെ ഹറാമാക്കിയത് നല്ലതാണ്. നിങ്ങളുടെ ഉടമസ്ഥതയിലുള്ള അടിമ സ്ത്രീകൾ ഒഴികെ. എന്താ പറഞ്ഞതിനർത്ഥം? അന്യന്റെ ഭാര്യമാര് നിങ്ങൾക്ക് ഹറാമാണ്, പക്ഷേ നിങ്ങളുടെ ഉടമസ്ഥതയിലുള്ള അടിമപ്പെണ്ണിന് വേറെ പുതിയാപ്പള ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഹലാലാണ്. ആരാ പറയുന്നത്? പടച്ചതമ്പുരാന്. ആരോടാ പറയുന്നത്? ലോകാവസാനം വരെയുള്ള മനുഷ്യരാശിയോട് മുഴുവനായിട്ടാണ് പറയുന്നത്. കുത്തും കോമയും വാളിയും പുള്ളിയും മാറ്റാൻ പാടില്ല. അതാണല്ലോ ഖുർആന്. നിങ്ങളുടെ വീട്ടില് നിങ്ങൾ കാശ് കൊടുത്ത് വാങ്ങിക്കൊണ്ടുന്ന ഒരു അടിമപ്പെണ്ണുണ്ട്, ഓക്ക് വേറെ പുതിയാപ്പിള ഉണ്ടെങ്കിൽ ആ പുതിയാപ്പിളക്ക് അവളെ കിട്ടണമെങ്കിൽ നിങ്ങൾ വിട്ടുകൊടുത്തിട്ട് വേണം. ഇതൊക്കെ പഴയ കാലത്ത് ഉണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ നാട്ടിൽ 50 കൊല്ലം മുമ്പ് ജന്മി കുടിയാൻ ബന്ധത്തില് കീഴാള ജാതിയിൽപ്പെട്ട ഒരു ചെക്കൻ കല്യാണം കഴിച്ചുകൊണ്ടെന്നാൽ ആദ്യ രാത്രി ജന്മിക്കുള്ളതായിരുന്നു കേരളത്തില്. 1400 കൊല്ലം മുമ്പത്തെ കഥയാണ് ഈ പറയുന്നതെങ്കിൽ 50 കൊല്ലം മുമ്പ് കേരളത്തിലെ കഥയാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പൊ സദാചാരം എന്ന് പറയുന്ന സാധനം ഇന്നുള്ളതല്ല, ഇന്നലെ ഉള്ളതല്ല, മിഞ്ഞാന്ന്. 1400 കൊല്ലം മുമ്പ് ഗോത്ര സമൂഹത്തിൽ നിലനിന്നിരുന്ന സദാചാരം അതുപോലെ പകർത്തി വെക്കാണ് ഇസ്ലാമിലെ ദൈവം ചെയ്തത് എങ്കിൽ ആ ദൈവം എവിടുന്ന് ഉണ്ടായതാണെന്ന് ആലോചിച്ചത്. വളരെ കൃത്യമാണ്. ആ കാലത്ത് ജീവിച്ചിരുന്ന ഒരു മനുഷ്യന്റെ തലച്ചോറിന്റെ ഉൽപ്പന്നം മാത്രമാണ് ഈ ദൈവം. ഒരു തർക്കവും വേണ്ടായിരുന്നു. ഈ ആയത്തിനെ സംബന്ധിച്ചുള്ള ഒരു 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 വിശദീകരണമാണിത്. വാക്കിദിയുടെ തഫ്സീറിന് എന്നാണ്. എന്താണ് അന്നത്തെ ഒരു ചങ്ങാതി, എന്താണ് സയ്യിദുൽ ഖുദരി പറയാണ്, വി ഹാഡ് ക്യാപ്ചേർഡ് ഫീമെയിൽ പ്രിസണേഴ്സ് ഓഫ് വാർ ഓൺ ദ ഡേ ഓഫ് ഔത്താസ്. And because they were already married, we disliked having any physical relationship with them. Then we asked the Prophet, Allah bless him and give him peace, about them and their words. And the words was then revealed, as a result of which we consider it lawful to have a physical relationship with them. ഔത്താസ് യുദ്ധത്തിൽ പിടിച്ചെടുക്കപ്പെട്ട സുന്ദരികളായ സ്ത്രീകളെ യുദ്ധപ്പറമ്പിൽ വെച്ച് തന്നെ വെപ്പാട്ടികളാക്കി ഉപയോഗിക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചു. പക്ഷേ അവരുടെ ഭർത്താക്കന്മാരും തടവുകാരായി പിടിക്കപ്പെട്ടിരുന്നത് കൊണ്ട് ഞങ്ങൾക്കൊരു ശങ്ക തോന്നി, അത് ശരിയാണോ എന്ന് ഞങ്ങൾ അള്ളാന്റെ റസൂലിനോട് ചോദിച്ചു. അപ്പൊ അള്ളാഹ് ആയത്തിറക്കി, ആയിക്കോളി. അധികം വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടോ? യുദ്ധത്തടവുകാരെ പിടിച്ചെടുത്ത് അതിൽ സ്ത്രീകളെ യുദ്ധപ്പറമ്പിൽ വെച്ച് തന്നെ വീതിച്ചെടുത്ത് അവിടെ വെച്ച് തന്നെ ലൈംഗിക ബന്ധമാവാം എന്ന അന്നത്തെ ഗോത്ര നിയമം അവർ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ട് അന്നത്തെ കാട്ടറബികൾക്ക് മനസ്സിലൊരു ശങ്ക തോന്നിയ ഓരോ നീതിബോധം അള്ളാന്റെ നീതിബോധത്തെക്കാൾ കുറച്ച് മേലെ.
പുയ്യാപ്പിളാരുള്ളപ്പോ പിന്നെ അത് ശരിയാവോന്നൊരു സംഘം ഓർക്ക് തോന്നി. പക്ഷെ അള്ളാഹ് കയ്യിലൊന്നും ഒരു കുഴപ്പമില്ല. ഇതെന്ത് മൊറാലിറ്റിയാ? അതാ ഞാൻ പറഞ്ഞ ഗോത്രകാലത്തെ വിശ്വാസങ്ങളും ആചാരങ്ങളും അന്നത്തെ സമ്പ്രദായങ്ങളും പകർത്തിവെക്കലാണ് ഒരു ദൈവത്തിന്റെ പണിയെങ്കിൽ ആ ദൈവത്തിനെ നമുക്ക് അടിച്ചോടിക്കണ്ടേ ഇവിടുന്ന്? മനുഷ്യന്റെ മനസ്സിൽ നിന്ന് അടിച്ചോടിക്കണം. കാരണം നമ്മുടെ സമൂഹത്തെ അക്രമത്തിലേക്കും അരാജകത്വത്തിലേക്കും ഇതുപോലുള്ള അനീതികളിലേക്കും ഇതുപോലുള്ള കസബുമാരെയും ഈ അക്രമികളെയും ഒക്കെ സൃഷ്ടിക്കുന്നത് ഈ മൂഢവിശ്വാസമാണ്, മതത്തിന്റെ മൂഢവിശ്വാസമാണ്. ഇത്തരം മൂഢവിശ്വാസങ്ങളുടെ അടിവേര് തകർത്തുകൊണ്ട് അല്ലാതെ മാനുഷികമായ മൂല്യങ്ങളെ സംരക്ഷിക്കാൻ കഴിയില്ല. ആ തിരിച്ചറിവിൽ നിന്നാണ് നമ്മളൊക്കെ ഈ കൂട്ടായ്മയിലേക്ക് വരുന്നത്. മതവിശ്വാസം കൊണ്ട് സദാചാരം ഉണ്ടാവുമോ? ഉണ്ടാവുമായിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ സദാചാരികളെ കാണേണ്ടത് എവിടെയാ? ഏറ്റവും കൂടുതൽ മതവിശ്വാസമുള്ളിടത്ത്. പക്ഷെ മതവിശ്വാസികളുടെ സദാചാരം നമ്മൾ നിത്യവും കാണുന്നതാണല്ലോ, പേപ്പർ വായിച്ചാൽ കാണുന്നതാണല്ലോ. വായിക്കാൻ പറ്റുമെങ്കിൽ വായിച്ചോളി, ഞാനൊന്നും പറയണില്ല. ഇതൊക്കെ നമ്മളെ കൗമ. ബാപ്പിയുണ്ട്. ഞാൻ നിർത്തുകയാണ്. മതവിശ്വാസമല്ല കൂട്ടരെ മനുഷ്യന്റെ സദാചാരത്തിന്റെ അടിസ്ഥാനം സാമൂഹ്യ ബോധമാണ്. നൈസർഗികമായി നമ്മുടെ ഉള്ളിൽ ചില നന്മകളുണ്ട്, മോറൽ സെൻസ് ഉണ്ട്. ചിമ്പാൻസിക്കുണ്ട്, കുരങ്ങനുണ്ട്, ആനക്കുണ്ട്, പട്ടിക്കുണ്ട്, കാട്ടുപോത്തിനുണ്ട്, കുറച്ചും കൂടെ ഉയർന്ന തോതിൽ മനുഷ്യരിലുണ്ട്. ആ ഉള്ളതിനെ നമ്മൾ കൂട്ടമായ സാമൂഹ്യ ജീവിതത്തിലൂടെ വികസിപ്പിച്ചെടുത്ത ഗോത്രമൂല്യങ്ങളെ കുറച്ചും കൂടെ വിശാലമായ സാമൂഹ്യ മൂല്യങ്ങളാക്കി വളർത്തിയെടുത്ത് ആ മൂല്യങ്ങൾ അനുസരിച്ചാണ് ആധുനിക പരിഷ്കൃത മനുഷ്യൻ ഇന്ന് ലോകത്ത് ജീവിക്കുന്നത്. ആ മൂല്യങ്ങൾ മതവിശ്വാസികളും സ്വീകരിച്ചിട്ടുണ്ട്. ആ സ്വീകരിച്ച മതേതര മൂല്യങ്ങളെ അനുസരിച്ചാണ് മതവിശ്വാസികളും ജീവിക്കുന്നത്. പക്ഷെ എന്നിട്ടും മതത്തെ വിടാൻ വയ്യാത്തത് കൊണ്ട് രണ്ടും കൂടെ കൂട്ടിക്കെട്ടി പെയിന്റ് അടിച്ച് അഴപോയ സമ്പ്രദായം ശരിയാക്കിക്കൊണ്ടിരിക്കുക. ഇതൊരു ബൈബിൾ വാക്യമാണ് പച്ച നിറത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇത് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. മറ്റുള്ളവർ നിങ്ങളോട് എപ്രകാരം പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അപ്രകാരം നിങ്ങളും മറ്റുള്ളവരോട് പെരുമാറുക. അത് മാത്രം ചെയ്താൽ മതി. സാമൂഹ്യ ജീവിതത്തിൽ മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ അടിസ്ഥാനപ്പെടുത്തി മനുഷ്യന്റെ മൊറാലിറ്റി എന്ന് പറയുന്നത് എന്റെ പോക്കറ്റിലുള്ളത് നിങ്ങൾ പോക്കറ്റ് അടിച്ചുകൊണ്ട് പോകുന്നത് എനിക്കിഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങളത് പോക്കറ്റ് അടിക്കാത്തത്. എന്റെ ഭാര്യയെ നിങ്ങൾ വന്ന് ബലാത്സംഗം ചെയ്യുന്നത് എനിക്കിഷ്ടമല്ലാത്തതുകൊണ്ട് നിങ്ങളുടെ ഭാര്യയെ ഞാനും ബലാത്സംഗം ചെയ്യാൻ വരുന്നില്ല. ഇങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ തമ്മിലുണ്ടായാൽ നമുക്ക് സന്തോഷമായിട്ട് എല്ലാവർക്കും ജീവിക്കാം. അതിൽ നിന്നാണ് മനുഷ്യാവകാശങ്ങളും മറ്റുമൊക്കെ ഉണ്ടായിട്ടുള്ളത്. സഹകരണത്തിലൂടെ കുരങ്ങനെ എല്ലാ ജീവികൾക്കും ഉണ്ട് സഹകരണം. എല്ലാ സഹകരണത്തിലൂടെ പരസ്പരം ബഹുമാനിച്ചുകൊണ്ട് ജനാധിപത്യ മൂല്യങ്ങളെയും മനുഷ്യാവകാശങ്ങളെയും മാനിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം. അങ്ങനെ ജീവിക്കുമ്പോൾ തടസ്സമായി നിൽക്കുന്ന ഈ പ്രാകൃതത്വം തകർക്കപ്പെടണമെങ്കിൽ മനുഷ്യന്റെ മനസ്സിനെ പ്രാകൃതമായ ഈ വിശ്വാസ മൂല്യങ്ങളിൽ നിന്നും വിശ്വാസത്തിന്റെ അടിവേരുകളിൽ നിന്നും നമ്മൾ പറിച്ചെടുത്ത് സ്വതന്ത്രരാക്കണം. സ്വതന്ത്ര ലോകമുണ്ടാവണം. ആ സ്വതന്ത്ര ലോകം സ്ഥാപിതമാകുന്നതിന് വേണ്ടി നിങ്ങളെല്ലാവരും മാനവികതയുടെ ഉന്നത മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രയത്നിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിർത്തും. നന്ദി. ശ്രീ E.A. ജബ്ബാർ. മതധാർമ്മികതയും ആധുനിക സമൂഹവും എന്ന വിഷയത്തെ ആസ്പദമാക്കി ഇത്രയും നേരം സദസ്സിനോട് സംസാരിച്ചതിന് നന്ദി. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സദസ്സിന് ഇദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കുവാനുണ്ടെങ്കിൽ അത് എഴുതി സ്റ്റേജിൽ എത്തിക്കേണ്ടതാണ്. മാഷ് പറഞ്ഞതിന് തുടർച്ചയായിട്ട് ഒരു കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ചോദ്യങ്ങളെ പരിഗണിക്കുന്നതാണ്. അതിലൊന്ന്, അദ്ദേഹം കാണിച്ച ക്ലിപ്പിങ്ങിൽ
പോത്ത് അതിൻ്റെ കുട്ടികളെ സംരക്ഷിക്കുന്ന ഒരു ക്ലിപ്പിംഗ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മൂല്യബോധം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം എന്ന് പറയുന്ന മൂല്യബോധം പോത്തുകൾക്ക് എങ്ങനെ കിട്ടി? അത് ദൈവം കൊടുത്ത മൂല്യബോധമല്ലേ എന്ന് സ്വാഭാവികമായിട്ടും വിശ്വാസികൾ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. പോത്തുകൾ അതിൻ്റെ കുട്ടികളെ രക്ഷിക്കുന്നു. ഇപ്പോൾ ഒരു പശുക്കുട്ടി പ്രസവിച്ച് വീണാൽ ഉടനെ തന്നെ ഓടിപ്പോയി പശുക്കുട്ടി അമ്മയുടെ മുലപ്പാൽ കുടിക്കുന്നു. ഒരു പശുക്കുട്ടി തന്നെ ഒരു വിഷപ്പുല്ല് കടിച്ചാൽ സ്വന്തം അതിന് മറുമരുന്ന് മറ്റൊരു പുല്ല് കടിച്ചുകൊണ്ട് രക്ഷപ്പെടുത്തുന്നു. ഇതിൻ്റെ പിന്നിൽ ഒരു പ്രപഞ്ച ശക്തിയുടെ പ്രവർത്തനം നടക്കുന്നില്ലേ എന്നുള്ള ചോദ്യങ്ങൾ പലപ്പോഴും ഈ വിശ്വാസികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ഞാനും ജബ്ബാർ മാഷും പങ്കെടുത്ത ഒരു പരിപാടിയിൽ തന്നെ, കണ്ണൂർ നടന്ന ഒരു പരിപാടിയിൽ തന്നെ ഈ ചോദ്യം വരികയുണ്ടായി. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവിടെ സംസാരിച്ച ആത്മീയവാദിയായിട്ടുള്ള മനുഷ്യൻ ഉന്നയിച്ച ഒരു പ്രശ്നം, ഒരു പശുക്കുട്ടി നടന്നു പോകുമ്പോൾ വിഷപ്പുല്ല് കടിക്കുന്നു. ഉടനെ തന്നെ ആ വിഷപ്പുല്ലിന് മറുമരുന്നായിട്ടുള്ള മറ്റൊരു പുല്ല് കടിച്ചുകൊണ്ട് ഈ പശുക്കുട്ടി രക്ഷ പ്രാപിക്കുന്നു. ഇത് ദൈവികമായ ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമല്ലേ? ദൈവം അതിന് പ്രത്യേകമായ ഒരു കഴിവ് കൊടുത്തത് കൊണ്ടല്ലേ ഈ സംഭവം നടക്കുന്നത് എന്നാണ് അദ്ദേഹം ഉന്നയിച്ചത്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പശുക്കുട്ടി അങ്ങനെ ബുദ്ധി കൊടുത്തതിൻ്റെ ഫലമായിട്ടാണ് രക്ഷപ്പെടുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഈ മൂല്യബോധങ്ങളും അല്ലെങ്കിൽ രക്ഷപ്പെടാനുള്ള മാർഗങ്ങളും ഒക്കെ ഇട്ടുകൊടുക്കുന്ന ദൈവമാണെങ്കിൽ, ഇതേ പശുക്കുട്ടി തന്നെ അല്ലെങ്കിൽ ഒരു ആട്ടിൻകുട്ടി ആയിക്കൊള്ളട്ടെ, ഒരു ആട്ടിൻകുട്ടി ജനിക്കുന്നു. ഈ ആട്ടിൻകുട്ടി സ്വന്തം അമ്മയുടെ മുലപ്പാൽ കുടിച്ച് വളരുകയും 6-ാം മാസത്തിൽ ആ അമ്മയുമായിട്ട് ഭോഗിക്കാൻ ആരംഭിക്കുകയും ചെയ്യും. അത് നമുക്ക് ദൈവത്തിൻ്റെ ഒരു പ്രവർത്തനമായിട്ട് വിലയിരുത്തേണ്ടി വരും. ഇനി ഈ പുല്ല് കടിച്ച് മറുമരുന്ന് കഴിച്ച് രക്ഷപ്പെടുന്നു എന്ന് പറയുന്നതും ഒരു ശരിയായ വാദമല്ല. കാരണം ഒരു റബ്ബർ പാല്, ഇപ്പം ഞാനൊക്കെ ജനിച്ചു വളർന്ന നാട്ടിൽ റബ്ബർ കൃഷിയുള്ള നാടാണ്. ഈ റബ്ബർ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് പലപ്പോഴും സംഭവിക്കുന്ന ഒരു അപകടമുണ്ട്. കാരണം ഈ റബ്ബർ ടാപ്പ് ചെയ്യുന്ന ആള് പാല് ആ തൊട്ടിയിൽ കളക്ട് ചെയ്തിട്ട് എവിടെയെങ്കിലും വെക്കും. ഇപ്പോൾ കന്നാസ് പോലെയുള്ള എന്തെങ്കിലും ഒഴിക്കുകയാണ്. പണ്ട് ഈ റബ്ബർ തോട്ടം എന്ന് പറയുന്നത് മറ്റു വീടുകളൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. ഇഷ്ടംപോലെ പുല്ല് വളർന്നു നിൽക്കും. അപ്പോൾ ഈ റബ്ബർ പാല് ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിൽ വയ്ക്കും, പശു വന്ന് കുടിക്കും, അല്ലെങ്കിൽ പശുക്കിടാവ് വന്ന് കുടിക്കും. ഈ പശുക്കിടാവ് കുറച്ച് സമയം കഴിയുമ്പോൾ നല്ല മധുരമുള്ളതാണ്, പാലിന് നല്ല മധുരമുണ്ട്, നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ഈ ടേസ്റ്റ് മനസ്സിലാക്കി ഇത് കുടിക്കും. കുറച്ചു നേരം കഴിയുമ്പോൾ ഇത് പടഞ്ഞു മരിക്കും. അവിടെയും ദൈവം ഇവരെ ഒന്ന് രക്ഷിക്കുന്ന ഒരു പ്രവർത്തനം നടന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. പിന്നെ ഒരു കോഴി മുട്ടയിടുന്നു. മുട്ടയിടുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം നടക്കുന്ന ഒരു സംഭവമാണ്, പുതിയ തലമുറയെ സൃഷ്ടിക്കുക. പക്ഷേ ഈ കോഴി തന്നെ ചില സമയത്ത് ഈ മുട്ട കൊത്തി കുടിക്കാറുണ്ട്. അതുപോലെ പൂച്ച പ്രസവിച്ചു കഴിഞ്ഞാൽ പൂച്ചക്കുട്ടിയെ പകുതിയിലധികം പൂച്ചക്കുട്ടികളെ ഈ പൂച്ച തന്നെ ചിലപ്പോൾ ഭക്ഷിക്കാറുണ്ട്. അതും ദൈവത്തിൻ്റെ പ്രവർത്തനമാണോ എന്ന് നമുക്ക് സംശയമുണ്ട്. അപ്പോൾ മറ്റേത് ദൈവത്തിൻ്റെ പ്രവർത്തനമാണെങ്കിൽ ഇതും നമുക്ക് ദൈവത്തിൻ്റെ പ്രവർത്തനമായിട്ട് പറയേണ്ടി വരും. പിന്നെ കുറ്റം ചെയ്തവരോട് പോലും വധശിക്ഷ പാടില്ല എന്നുള്ള ആധുനിക കാഴ്ചപ്പാടാണ് ഇപ്പോൾ സമൂഹത്തിൽ വളർന്നു വരുന്നത്. ഇപ്പോൾ ഞാൻ പറയാം, നോർവേയിലെ തന്നെ കാര്യം ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ സൂചിപ്പിച്ചു. നോർവേയിലെ ബ്രേവിക് എന്ന് പറയുന്ന ഒരു ഫാസിസ്റ്റ് 90-ലധികം ആളുകളെ കൂട്ടക്കശാപ്പ് ചെയ്തു. കൂട്ടക്കശാപ്പ് ചെയ്ത് എന്തിനു വേണ്ടിയിട്ടാണ്? വംശീയമായ അല്ലെങ്കിൽ മറ്റുള്ള അൾജീരിയക്കാരോ ആഫ്രിക്കക്കാരോ ആയിട്ടുള്ള മുസ്ലിമും നോൺ മുസ്ലിമുമായിട്ടുള്ള ആളുകൾ കുടിയേറുന്നതിൻ്റെ ഫലമായിട്ട് അവരുടെ അവകാശങ്ങൾ, നോർവേ വംശജർ അല്ലെങ്കിൽ നോർവേയിൽ താമസിക്കുന്ന സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ താമസിക്കുന്ന ആളുകളുടെ അവകാശങ്ങൾ ഇവർ കവർന്നെടുക്കുന്നുവെന്നും അതുകൊണ്ട് ഇവരെ കൊല്ലേണ്ടതാണെന്നും ഇവരെ ഉന്മൂലനം ചെയ്യേണ്ടതാണെന്നും അവർക്കെതിരെ പ്രയോഗിക്കേണ്ടത് അവരെ ഇവിടെ സംരക്ഷണം കൊടുക്കുന്ന പാർട്ടിയുടെ അണികളെ കൊണ്ടുകൊണ്ട് ബോധ്യപ്പെടുത്തേണ്ടതാണ് അടിസ്ഥാനത്തിലാണ് അവിടുത്തെ ഭരണകക്ഷിയുടെ ഒരു സ്റ്റുഡൻസ് മീറ്റിംഗ് നടക്കുമ്പോൾ അങ്ങോട്ട് കടന്നു കയറിയിട്ട് 90-ലധികം ചെറുപ്പക്കാരെ നിഷ്ഠൂരമായിട്ട് ഈ ഫാസിസ്റ്റ് വെടിവെച്ച് കൊന്നു. പക്ഷേ അവിടുത്തെ ഗവൺമെൻറ്റും അവിടുത്തെ കോടതിയും എടുത്തൊരു സമീപനം നമ്മൾ മനസ്സിലാക്കണം.
മനുഷ്യാവകാശങ്ങൾക്ക് മതം നിലനിൽക്കാത്ത ഒരു രാജ്യത്ത് മതത്തിൻ്റെ അംശങ്ങൾ ഒലിച്ചുപോയ, മതത്തെ പരിത്യജിച്ച, മതത്തിൻ്റെ എല്ലാ മൂല്യബോധങ്ങളെയും നിഷ്കാസനം ചെയ്ത ഒരു സമൂഹം ബ്രേവിക് എന്ന് പറയുന്ന ഈ ഫാസിസ്റ്റിനോട് സ്വീകരിച്ച സമീപനം നിങ്ങൾ മനസ്സിലാക്കണം. അവർ ഇത്ര മാത്രമേ ചെയ്തുള്ളൂ. ബ്രേവിക്കിന് വധശിക്ഷ പാടില്ല, അദ്ദേഹം ഒരു മാനസിക രോഗിയാണ്. ഇന്ത്യയിൽ കസബിനെ തൂക്കിലേറ്റി. കസബ് ഉൾപ്പെടെയുള്ള 5 6 ആളുകൾ കൂടിയിട്ടാണ് ബോംബെയിൽ ആക്രമണം നടത്തിയത്. കസബിനെ അതിൻ്റെ പേരിൽ ഇന്ത്യ ഗവൺമെന്റ് തൂക്കിലേറ്റി. പക്ഷേ 90-ലധികം ആൾ ഒറ്റയ്ക്ക് കൊലപ്പെടുത്തിയ ബ്രേവിക്കിനെ വധശിക്ഷയ്ക്ക് വിധിക്കുകയല്ല അവിടുത്തെ ഗവൺമെന്റും ഭരണകൂടവും അവിടുത്തെ കോടതിയും ചെയ്ത് അദ്ദേഹത്തെ മാനസിക രോഗിയാണെന്ന് കണ്ടുകൊണ്ട് തടവറയിൽ പാർപ്പിക്കുക. സമൂഹത്തിലേക്ക് ഇദ്ദേഹത്തെ അഴിച്ചുവിട്ടാൽ കൂടുതൽ പ്രശ്നങ്ങളുണ്ടാവും. അതിന് പകരമായി മറ്റൊന്നുകൂടി അവർ കൊടുത്തു. പാകിസ്ഥാനി വംശജയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ അവിടുത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയാക്കി നിശ്ചയിച്ചുകൊണ്ടാണ് അവിടുത്തെ ഗവൺമെന്റ് ഇതിന് പ്രതികാരം ചെയ്തത്. നിങ്ങൾ മനസ്സിലാക്കണം, മതരാജ്യങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത്. മലാലയുടെ കാര്യം ജബ്ബാർ മാഷ് സൂചിപ്പിച്ചു. മലാല യൂസുഫ് സായി എന്ന് പറയുന്ന പെൺകുട്ടി ലോകത്തോട് നടത്തിയ ധീരമായ പോരാട്ടം, തഹ്രീകെ താലിബാൻ എന്ന് പറയുന്ന പ്രസ്ഥാനത്തോട് നടത്തിയ ഒറ്റയ്ക്കുള്ള മാനുഷികമായ പോരാട്ടം, ആ പോരാട്ടം സൃഷ്ടിക്കപ്പെട്ടതിന്റെ പിന്നിലുള്ള സത്യം എന്താണ്? മറ്റൊരു പെൺകുട്ടിയെ നമുക്കറിയാം, ഈ മതം എന്ന് പറയുന്ന സാംസ്കാരിക മൂല്യബോധം കൊണ്ടുവരുന്നതാണെങ്കിൽ മറ്റൊരു പെൺകുട്ടി ഖുറാൻ കത്തിച്ചു, ഖുറാന്റെ ഒരു കടലാസ് കത്തിച്ചു എന്നതിന്റെ പേരിൽ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. പിന്നീട് കണ്ടെത്തി ഒരു പണ്ഡിതനാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്നും ആ പണ്ഡിതനാണ് ഈ കുട്ടിയുടെ ബാഗിൽ കത്തിച്ച ഖുറാന്റെ കഷ്ണങ്ങൾ ഇട്ടുകൊടുത്തതെന്നും കണ്ടു. അതിന്റെ പേരിൽ കുട്ടിയെ അവിടുത്തെ ഗവൺമെന്റ് ഇപ്പോൾ മോചിച്ചു. വളരെ വളരെ നല്ല രീതിയിലുള്ള ഒരു മാറ്റം പാകിസ്ഥാനിൽ ദൃശ്യമാണ്. കാരണം മലാല യൂസുഫ് സായിയെ പോലെയുള്ള ഒരുപാട് കുട്ടികൾക്ക് സപ്പോർട്ടുമായി ഒരുപാട് പിഞ്ചു കുഞ്ഞുങ്ങൾ, ഞങ്ങൾ ഒരു മലാലയല്ല 9000 മലാലമാർ ഇവിടെ ജനിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് പാകിസ്ഥാനിലെ പെൺകുട്ടികൾ വിളിച്ചു പറയുന്നു. അത്തരത്തിലേക്ക് നമ്മുടെ മാനുഷിക ബോധം വളരുന്നു. ആ വളരുന്നതിന്റെ പിന്നിലുള്ളത് മതമല്ല, തികച്ചും നമ്മൾ സംസ്കാരത്തിലൂടെ സാംസ്കാരികമായ ഒരുപാട് കൊടുക്കൽ വാങ്ങലിലൂടെ നേടിയെടുത്ത ഒരു മൂല്യബോധമാണ്. ആ മൂല്യബോധം മതങ്ങളിൽ നവീകരണം നടക്കുകയും ആ നവീകരണത്തിലൂടെ മതങ്ങളിലും മതത്തിന്റെ ഭരണാധികാരത്തിലുള്ള രാജ്യങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടാക്കും. ആ മാറ്റങ്ങളുടെ ലക്ഷണമാണ് ഞാൻ ആദ്യം പറഞ്ഞ ശിവസേനയുടെ തലവന്റെ മരണവുമായി ബന്ധപ്പെട്ട് ശിവസേന എന്ന് പറയുന്ന ഫാസിസ്റ്റ് നേതാവിന്റെ മരണത്തിൽ ഞാൻ യാതൊരു രീതിയിലും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നില്ല. അദ്ദേഹം മരിച്ചതുകൊണ്ട് അദ്ദേഹത്തിന്റെ ചെയ്തികൾ അവസാനിക്കുന്നില്ല. അത്തരത്തിൽ നമ്മുടെ മൂല്യബോധം വർദ്ധിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ രാജ്യം പുരോഗമിക്കുകയാണ്. ഫാസിസ്റ്റുകളുടെ നടപടി ലോകത്തിലെല്ലായിടത്തും എല്ലാ നാട്ടിലും വിമർശിക്കപ്പെടേണ്ടതാണ്. ഇപ്പോൾ അറിയാം, നമുക്ക് നൈജീരിയയിലെ ബൊക്കെ ഹാരം എന്ന് പറയുന്ന ഒരു തീവ്രവാദ സംഘടനയുണ്ട്. കഴിഞ്ഞ ഡിസംബർ 25-ാം തീയതി അവിടെ, അതായത് നൈജീരിയയുടെ വടക്കൻ നൈജീരിയയിൽ, നോർത്തേൺ നൈജീരിയയിൽ ഉള്ള ക്രിസ്ത്യൻ പോപ്പുലേഷനെ സൗത്തേൺ നൈജീരിയയിൽ ക്രിസ്ത്യൻ പോപ്പുലേഷൻ ഉള്ള എല്ലാ പള്ളികളിലും അവർ അന്ത്യശാസനം കൊടുത്തു. ഇവിടെയുള്ള ക്രിസ്ത്യാനികൾ മൊത്തമായി പാലായനം ചെയ്തുകൊണ്ട് വടക്കൻ നൈജീരിയയിൽ നിന്ന് തെക്കൻ നൈജീരിയയിലേക്ക് പൊക്കൊള്ളണം, ഇല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ചുട്ടരിക്കും. അനേകം പള്ളികളിൽ ബോംബ് വെച്ചു. നിരവധി ആളുകൾ മരിച്ചു വീണു. ആഫ്രിക്കയിൽ തന്നെ സുഡാൻ 2ആയി. സുഡാനെ വിഭജിച്ചതിന്റെ പിന്നിലുള്ള കാരണം നോർത്തേൺ പോപ്പുലേഷൻ മുസ്ലിം പോപ്പുലേഷനും സൗത്തേൺ പോപ്പുലേഷൻ ക്രിസ്ത്യൻ പോപ്പുലേഷനുമാണ്. അതിന്റെ പേരിൽ ആ രാജ്യത്തെ വെട്ടിമുറിച്ചു. ഇപ്പോഴും അശാന്തിയുടെ കിരണങ്ങൾ അവിടെ നിന്ന് ഉയരുന്നു. നമുക്കറിയാം, ഇവരൊക്കെ മതം എന്ന് പറയുന്ന മതം എന്ത് മനുഷ്യാവകാശമാണ് കൊടുക്കുന്നത് നമുക്കറിയാം. പാകിസ്ഥാനിലെ അഹമ്മദിയാക്കൾക്കുള്ള അവകാശം എന്താണ്? ഇവിടെ കേരളത്തിലുള്ള അഹമ്മദിയാക്കളോട് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാവും. കേരളത്തിലെ അഹമ്മദിയാക്കൾ പാകിസ്ഥാനിലെ അഹമ്മദിയാക്കളെ പോലുള്ള ജനാധിപത്യം നിലനിൽക്കുന്ന ഇന്ത്യയിലെ അഹമ്മദിയാക്കൾ അവർക്ക് പള്ളി വയ്ക്കാനും അവർക്ക് പ്രാർത്ഥിക്കാനും ഉള്ള സ്വാതന്ത്ര്യം നൽകുമ്പോൾ പാകിസ്ഥാനിൽ അല്ലാഹു അക്ബർ എന്ന് എഴുതാൻ പോലും അവർക്ക് അവകാശമില്ല, ബാങ്ക് വിളിക്കാൻ അവകാശമില്ല. മലേഷ്യയിലെ മുസ്ലിങ്ങൾക്ക് അവിടെ, എനിക്ക് ഇന്നലെ കിട്ടിയ ഒരു അറിവാണ്, ഞാൻ ബാബു ഗോഗനേനിയുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞാണ്, മലേഷ്യയിലെ മുസ്ലിങ്ങൾക്ക് അവർക്ക് അല്ലാഹു എന്ന് പറയാൻ പോലുമുള്ള നോൺ മുസ്ലിമിന് അവകാശമില്ല. ആ ദൈവം എന്ന് പറയുന്ന അല്ലാഹു എന്ന് പറയുന്ന ദൈവം മുസ്ലിങ്ങൾക്ക് മാത്രം അർഹതപ്പെട്ട ദൈവമാണ്. അപ്പം മതം ഇത്തരം എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടത്തിയാലും മനുഷ്യന്റെ സാംസ്കാരിക മൂല്യബോധം ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. കാരണം നമുക്ക് മതം തകരില്ല എന്ന് പല ആൾക്കാരും പറയുന്നു. മതം തകരുക തന്നെ ചെയ്യും. നമ്മളൊരു ചുരുങ്ങിയ കാലം കൊണ്ട് ജീവിച്ച് മരിച്ചു പോകുന്ന ആളുകളാണ്. പക്ഷേ നമ്മുടെ ഈ ചുരുങ്ങിയ കാലത്ത് പോലും മതത്തിനുണ്ടായ പരിണാമത്തെ സംബന്ധിച്ച് നമുക്ക് വളരെയേറെ അറിയാം. നോർത്തേൺ പാർട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ ഉണ്ടായ മാറ്റം നമ്മളെല്ലാവരും വായിക്കുന്നുണ്ട്. നമ്മൾ ഒരുപാട് പുതിയ കാര്യങ്ങളെ സംബന്ധിച്ച് അറിയുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള
മതത്തിൻ്റെ ആത്യന്തികമായ തകർച്ച, ആശയപരമായ തകർച്ച സംഭവിക്കും എന്ന് മാത്രം പ്രത്യാശിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ ചോദ്യങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കണം. 6:30-ക്ക് നമുക്ക് പരിപാടികൾ അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ചോദ്യങ്ങൾ. ശിവദാസൻ വേദിയിലേക്ക് വരിക. നന്ദി. കൃഷ്ണനും ക്രിസ്തുവും ജീവിച്ചിരുന്നില്ല എന്നതുപോലെ അബൂ താലിബും അബ്ദുൽ മുത്തലിബും അബ്ദുള്ളയും അമയും മുഹമ്മദും അബൂബക്കറും ഉമറും അലിയും ഉസ്മാനും ഒന്നും ജീവിച്ചിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. താങ്കളുടെ പ്രതികരണം എന്താണ്? ചരിത്രവും മിത്തും രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. കൃഷ്ണൻ എന്നതൊരു മിത്താണ്. ക്രിസ്തു ചരിത്രത്തിൽ ക്രിസ്തുവിനെ പോലെ ഒരു വ്യക്തി ജീവിച്ചിരുന്നിരിക്കാം. പക്ഷേ ഒരുപാട് അതിശയോക്തികൾ ചേർത്തുകൊണ്ട് ഒരു മനുഷ്യനെ ഒരു അമാനുഷ്യനാക്കി തീർത്ത ഒരു മിത്തും ചരിത്രവും കൂടി ചേർന്നതാവാം ക്രിസ്തു. ആ അർത്ഥത്തിലാണ് ക്രിസ്തു ജീവിച്ചിരുന്നില്ല. ഒരുപക്ഷെ ക്രിസ്തുവിൻ്റെ ഗുണങ്ങളുള്ള ഒരാൾ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു. ചരിത്രപരമായി ക്രിസ്തു ജീവിച്ച കാലഘട്ടം ചരിത്രാതീതമല്ല. അതുകൊണ്ട് തന്നെ കൃത്യമായി ആ ചരിത്രത്തിൽ അങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നതിന് രേഖകളും കാണുന്നില്ല. ഈ മതത്തിൻ്റെ മിത്തുകളിലല്ലാതെ ക്രിസ്തു എന്ന ഒരാൾ ജീവിച്ചിരുന്നതായി ആ കാലഘട്ടത്തിൻ്റെ ചരിത്രത്തിൽ കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇടമറുക് ക്രിസ്തു ജീവിച്ചിരുന്നില്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. എനിക്ക് ക്രിസ്തു ജീവിച്ചിരുന്നോ ഇല്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് അത്രേ പറയാൻ പറ്റുള്ളൂ. ക്രിസ്തുവിനെ കുറിച്ച് ഉള്ള കൽപ്പിതങ്ങളെല്ലാം കൃത്രിമമായിരിക്കാം, പക്ഷേ ഏകദേശം സമാനമായ ഒരാൾ ജീവിച്ചിരുന്നു. ഇപ്പം നമ്മളെ നാട്ടിൽ തന്നെ മലപ്പുറം ജില്ലയിൽ തന്നെ ബീരാൻ ഔലിയപ്പാപ്പ, അങ്ങനെ എന്തെല്ലാം ഔലിയപ്പാപ്പ എന്നൊക്കെ പറഞ്ഞ കഥാപാത്രങ്ങളെ കുറിച്ച് നമ്മളിങ്ങനെ കേട്ട് വളർന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു മനോരോഗിയായ ഒരാളൊക്കെ ചിലപ്പോൾ ജീവിച്ചിരുന്നിട്ടുണ്ടാവും. അതിനെയൊക്കെ ഇങ്ങനെ പിന്നീട് ഇപ്പോൾ വേങ്ങരയിലുണ്ട്, വേങ്ങരയിൽ ഒരു ജാറമുണ്ട്. മുഴുഭ്രാന്തനായി അതിൽ ഓടി നടന്നിരുന്ന, വസ്ത്രം പോലും എടുക്കാതെ ഓടി നടന്നിരുന്ന ഒരു മനുഷ്യൻ മരിച്ചപ്പോൾ അയാൾക്ക് എന്തോ ദിവ്യത്വം ഉണ്ട് എന്നും പറഞ്ഞിട്ട് അയാളെ മറവ് ചെയ്ത സ്ഥലത്ത് സ്ഥാപിച്ചതാണ് ജാറം. അതുപോലെയുള്ള കഥകൾ പിന്നെ ഇങ്ങനെ കൂട്ടിച്ചേർത്ത് ഈ കഥാപാത്രങ്ങളെ അമാനുഷികരാക്കി തീർത്തിട്ടുണ്ട്. പക്ഷേ മുഹമ്മദ്, അബ്ദുൽ മുത്തലിബ്, അബ്ദുള്ള, അലി, ഉസ്മാൻ എന്ന് പറയുന്നത് ചരിത്രാതീതമായ മിത്തുകളല്ല, ചരിത്രത്തിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ട ആളുകളാണ്. അതുകൊണ്ട് അവരത് ജീവിച്ചിരുന്നില്ല എന്നൊക്കെ പറയുന്നത് കുറച്ച് കടന്ന കൈയായിരിക്കും. കൃഷ്ണനെ അതിനോട് തീരെ ചേർക്കാൻ പറ്റില്ല. കൃഷ്ണൻ എന്ന് പറയുന്നത് ചരിത്രാതീതമായ ഒരു മിത്ത് മാത്രമായിട്ടാണ് കാണുന്നത്. ഒരിക്കലും ഉണ്ടാവാനിടയില്ലാത്ത വിധത്തിലുള്ള കഥകളാണ് കൃഷ്ണനായിട്ട് ബന്ധപ്പെട്ടത്. ഇത് എനിക്ക് തോന്നുന്ന ഈ ഒരു ചോദ്യം ഒരു പ്രതിഷേധത്തിന്റെ ഒരു പ്രകടനം മാത്രമാണ്. വേറെ അതിനകത്ത് യാഥാർത്ഥ്യമായിട്ടൊരു ബന്ധമില്ല. മതമില്ലാത്ത യുക്തിവാദികൾ എങ്ങനെയാണ് ഇപ്പോൾ തമ്മിലടി ഉണ്ടായത്? യുക്തിവാദി സംഘം ജില്ലാ കമ്മിറ്റിയെ പിരിച്ചുവിട്ടു, സ്റ്റേറ്റ് കമ്മിറ്റി മലപ്പുറം ജില്ല. അതെന്നുവെച്ചാൽ യുക്തിവാദികൾ ഒരു വ്യവസ്ഥാപിത സംഘടനയായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടായ ചില അഭിപ്രായ വ്യത്യാസങ്ങളും അല്ലെങ്കിൽ അതുപോലെയുള്ള ചില തെറ്റിദ്ധാരണകളെയും പേരിൽ തമ്മിലടി ഉണ്ടാവില്ല. കാരണം ഞങ്ങൾ ആരും അടിക്കാൻ പോയിട്ടില്ല. ഞാൻ ഇന്നലെ എൻ്റെ തുടക്കത്തിൽ തന്നെ അധ്യക്ഷൻ എന്ന നിലയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ നമ്മളെ പുറത്താക്കി എന്ന് പറയുന്ന പ്രസ്ഥാനത്തോട് അവർ യുക്തിവാദം പ്രചരിപ്പിക്കുന്ന ആശയങ്ങളും യുക്തിവാദം പ്രചരിപ്പിക്കുന്ന എന്ത് പരിപാടി ഇവിടെ നടത്തുകയാണെങ്കിലും ശത്രുതയോടുകൂടി അവരെ തല്ലാനല്ല, അവരുമായി സഹകരിച്ച് ആ പരിപാടി വിജയിപ്പിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അതുകൊണ്ട് തമ്മിലടി ഉണ്ടാവില്ല. തമ്മിലടിക്കണമെങ്കിൽ രണ്ട് കൈയും കൂട്ടിയെടുക്കണം. ഒരടി കുറച്ചാലും അടിച്ചാൽ ഇല്ലാതാവും, ചിലപ്പോൾ അത് അപ്രസക്തമായി പോവുകയും ചെയ്യും. പിന്നെ മനുഷ്യരാകുമ്പോൾ എല്ലാ കാര്യങ്ങളിലും ഒരേ അഭിപ്രായം ഉണ്ടാവണം. അഭിപ്രായ വ്യത്യാസം അതാണ് ഞാൻ പറഞ്ഞത്. തമ്മിലടിക്കേണ്ട ഒരു കാര്യവുമില്ല. ഏതെങ്കിലും വിഷയത്തിൽ ഭിന്നാഭിപ്രായം ഉണ്ടെങ്കിൽ ആ ഭിന്നാഭിപ്രായം നമ്മൾ സ്നേഹപൂർവ്വം പങ്കുവെക്കുകയും ചർച്ച ചെയ്യുകയും ഭിന്നതയുള്ള കാര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഭിന്നതയില്ലാത്ത കാര്യങ്ങളിൽ യോജിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണം എന്നാണ് സംഘടനയ്ക്കകത്തും പുറത്തും ഞാൻ എന്നും പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഇനിയും അതിലാണ് നിൽക്കുന്നത്. ഇനിയും ആ ഒരു നിലപാടിൽ തന്നെ ആയിരിക്കും ഞാൻ നിൽക്കുന്നത്. പിന്നെ ഇത് ഒരു വളരെ നിസ്സാരമായിട്ടുള്ള ഒരു പ്രശ്നമായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ പ്രശ്നം ഈ ഒരു സെമിനാർ വിജയിച്ചതോടുകൂടി തന്നെ അപ്രസക്തമായി തീരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു. സ്വതന്ത്ര ലോകം 2012 അവസാനിക്കില്ല
എല്ലാ വർഷവും സ്വതന്ത്ര ലോകം എന്ന ദേശീയ സെമിനാർ ഉണ്ടായിരിക്കും. ഈ സെമിനാറിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളും അഡ്രസ്സ് ഞങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഒരു SMS അയച്ചാൽ ആ ആളുകളെല്ലാം അടുത്ത സെമിനാറിൽ എത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഓരോരുത്തരും 4-5 ആളെ കൂട്ടി വരും എന്നാണ് എനിക്ക്. അതുകൊണ്ട് അടുത്ത സെമിനാറിന് ചിലപ്പോൾ ഈ ടൗൺ ഹാൾ മതിയാവില്ല, ഇതിനേക്കാളും വലിയ ഓഡിറ്റോറിയം തിരഞ്ഞെടുക്കേണ്ടി വരും. കാരണം നമ്മൾ ഈ ആശയത്തോട് ആഭിമുഖ്യമുള്ള ഒരുപാട് ആളുകൾ ഇന്ന് സമൂഹത്തിൽ വളർന്നു വരുന്നുണ്ട്. നമ്മളെക്കാൾ ഇപ്പം ഈ പറയുന്ന പ്രസംഗിച്ച് നടക്കുന്ന എന്നെക്കാളും അല്ലെങ്കിൽ നമ്മുടെ ഈ നേതാക്കന്മാരെക്കാളും ഒക്കെ ഈ കാര്യത്തിൽ അവഗാഹമുള്ള അറിവുള്ള, പുതിയ അപ്ഡേറ്റ് ചെയ്ത അറിവുള്ള, പുതിയ അറിവുള്ള ധാരാളം പേർ പുതിയ തലമുറയിൽ ചെറുപ്പക്കാരുടെ ഇടയിലുണ്ട്. അതാണ് നിങ്ങളിവിടെ കണ്ടത്. അങ്ങനെയുള്ള ചെറുപ്പക്കാർക്കൊക്കെ അവസരങ്ങൾ നൽകിക്കൊണ്ട് അവരുടെ ചിന്തകളും ആശയങ്ങളും സമൂഹത്തിന് പകർന്നു നൽകിക്കൊണ്ട് ഈ പ്രസ്ഥാനത്തെ ജനകീയമാക്കണം എന്ന ആവശ്യം മാത്രമേ ഞാൻ ആ സംഘടനക്കകത്ത് ഉന്നയിച്ചിട്ടുള്ളൂ. അത് വേണ്ട, അത്രക്ക് ജനകീയമൊന്നും വേണ്ട, നമുക്കിപ്പോൾ ഉള്ള മാതിരിയൊക്കെ അങ്ങനെ പോയാൽ നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ലാതെ അങ്ങനെയാണ്ട് പോകാം എന്ന് ചിന്തിക്കുന്ന ചില എന്താണ് മാനസിക സങ്കുചിതത്വം ഇതിൻ്റെ പിന്നിലുണ്ട്. അതൊക്കെ പുതിയ തലമുറ അതിനെയൊക്കെ അവഗണിച്ച് മുന്നോട്ട് പോകും, യാതൊരു തർക്കവും വേണ്ട. ഇപ്പം എനിക്ക് 56 വയസ്സായി. ഞാനൊന്നും ഇനി അടുത്ത ഒരു സെമിനാറിൽ പ്രസംഗിക്കാൻ ചിലപ്പോൾ രംഗത്ത് വന്നെന്നുമല്ല. കാരണം നമ്മളൊക്കെ ഈ സ്വരം മോശമായിക്കൊണ്ടിരിക്കുമ്പോൾ പാട്ട് നിർത്തുകയാണ്. സ്വരം മോശമാകുമ്പോൾ പാട്ട് നിർത്തിയിട്ട് നന്നായി പാടാൻ കഴിയുന്ന എല്ലാ സംഗതിയും വരുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ പാടാൻ. അവരെ പാടാൻ വിളിച്ചുകൊണ്ട് പുതിയ തലമുറയ്ക്ക് ഈ പ്രസ്ഥാനത്തെ കൈമാറണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പഴയ തലമുറയെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ, അവരെ ആദരിച്ചുകൊണ്ട് തന്നെ, അവരുടെ കാലത്ത് ചെയ്ത സേവനങ്ങളെ എല്ലാ ബഹുമാനവും നൽകി ആദരിച്ചുകൊണ്ട് തന്നെ അവർ പിന്നിലേക്ക് മാറി നിന്നുകൊണ്ട് പുതിയ തലമുറയ്ക്ക് വേണ്ട നിർദ്ദേശവും പ്രോത്സാഹനവും നൽകിക്കൊണ്ട് ഈ പ്രസ്ഥാനത്തെയും ഈ ആശയത്തെയും അടുത്ത തലമുറയ്ക്ക് കൈമാറിയെങ്കിൽ മാത്രമേ നമ്മൾ 2 ദിവസമായി ഇവിടെ ചർച്ച ചെയ്ത എല്ലാ കാര്യങ്ങളും മനുഷ്യന്റെ സംസ്കാരത്തിന്റെ ഭാഗമായി ഇവിടെ വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അതിന് എല്ലാവരുടെയും സഹകരണം തുടർന്നും ഉണ്ടാവണം. ഔപചാരികമായി ഒരു സംഘടന വേണോ വേണ്ടേ എന്നതിലൊന്നും വലിയ കാര്യമില്ല. സംഘടന ഇല്ലെങ്കിൽ പോലും ഒരു പരസ്പര SMS അയക്കാൻ നമുക്കുള്ള സംവിധാനം വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലുള്ള കൂട്ടായ്മകൾ ചെയ്യാം. അതിനൊരു സെക്രട്ടറിയും പ്രസിഡന്റും ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ ഫേസ്ബുക്കിൽ നിന്ന് 100ഓളം പേര് ഇവിടെ എത്തിയത് അതിനൊരു സെക്രട്ടറിയും പ്രസിഡന്റോ നേതാവോ ഉണ്ടായിട്ടല്ല. നമ്മൾ പരസ്പരം ഈ ആശയവിനിമയം നടത്തി എല്ലാവരും പരസ്പരം പരിചയപ്പെടാനും കാണാനുള്ള ആ ഒരു ആവേശം കൊണ്ട് ഇവിടെ വന്നെത്തി. ആ സമയത്ത് തന്നെ ആരാണോ വിളിച്ചു കൂട്ടിയതെന്ന് പോലും അറിയില്ല. നമുക്ക് എല്ലാവർക്കും കൂടല്ലേ എന്ന് വെച്ചു, എല്ലാവരും കൂടെ കൂടി. അങ്ങനെയാണ് അത് മതി. അങ്ങനെ തന്നെയാണ് കൂട്ടായ്മകളുണ്ടായി. യുക്തിവാദികൾക്ക് അതാ നല്ലത്. അല്ലാതെ ഈ ചട്ടവട്ടങ്ങളൊക്കെ എഴുതിണ്ടാക്കി, പട്ടാളക്കാരന്മാരെ ചിട്ട എഴുതിണ്ടാക്കി, ചട്ടം ലംഘിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇടങ്ങേറുണ്ടാക്കേണ്ട ഒരു കാര്യമില്ല. നമുക്ക് ചട്ടങ്ങളില്ലാത്ത, ചങ്ങലകളില്ലാത്ത സ്വതന്ത്രമായ ഒരു ലോകം തന്നെയാണ് നമുക്ക് വേണ്ടത്. ആ സ്വതന്ത്ര ലോകത്തിലേക്ക് നിങ്ങളേവരെയും സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അത് തരായിരുന്നു കയ്യിൽ വെച്ചില്ല. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടില്ല, സുപ്രീം കോടതി ജഡ്ജാണ്. ഓക്കെ, അത് തെറ്റുപറ്റിയതിൽ, സാങ്കേതികമായ തെറ്റുപറ്റിയതിൽ കേൾവി. ഞാൻ ചീഫ് എന്ന് പറഞ്ഞില്ല അല്ലേ? ചീഫ് എന്ന് ഉദ്ദേശിച്ചിട്ടില്ല, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞു. ഖുറാനിക ഇസ്ലാമിക വിവാഹ നിയമം. ഇനി നമ്മളത് വിശദമായിട്ട് അതിനൊക്കെ പോകണം. വിവാഹ നിയമം എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും. വിവാഹ നിയമം എന്നൊക്കെ പറഞ്ഞു ഞാൻ എൻ്റെ 1-2 പുസ്തകങ്ങളിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. ഈ വിവാഹം എന്ന് പറയുന്നത് ആണും പെണ്ണും തമ്മിലാണ് എല്ലാ ജാതിയിലും നടക്കാറ്. ഏത് ഗോത്രജാതിയിൽ പോയാലും ആണും പെണ്ണും തമ്മിലാണ് വിവാഹം നടക്കുക. ഇസ്ലാമിൽ 2 ആണുങ്ങൾ തമ്മിലാണ് വിവാഹം നടക്കുക. അങ്ങനെ ഒരു ഏർപ്പാട് ഞാൻ വേറെ എവിടെയും ലോകത്തെവിടെയും കണ്ടിട്ടില്ല. ഒരു പുരുഷൻ വേറൊരു പുരുഷൻ്റെ കൈ പിടിച്ചിട്ട് ഞാൻ ഇത്ര റുപ്യക്ക് അങ്ങോട്ട് ഏൽപ്പിച്ചു തന്നു, അത്ര റുപ്യക്ക് ഞാൻ അങ്ങോട്ട് വാങ്ങി എന്ന് പറയലാണ് ഇസ്ലാമിൽ വിവാഹം. അത് തന്നെ മതി, വേറെ ഒന്നും വേണ്ട. വളരെ സിംബോളിക്കാണ് അത്. സ്ത്രീയെ എന്തായിട്ടാണ് ഇസ്ലാം കാണുന്നത് എന്നതിന് ആ വിവാഹം മാത്രം മതി. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഖുർആൻ സൂക്തം മാത്രം മതി. ഒട്ടകത്തിനെ അങ്ങനെ തന്നെയാണ് അറബികൾ വിറ്റിരുന്നത്. എൻ്റെ ഒട്ടകത്തിനെ ഞാൻ 4 റിയാലിന് അനക്ക് തന്നു, നിങ്ങളുടെ ഒട്ടകത്തിനെ 4 റിയാലിന് ഞാൻ വാങ്ങി. ഇതന്നെ നന്ദി പറയാൻ ശിവദാസൻ മാഷിനെ ക്ഷമിക്കുന്നു. സ്നേഹമുള്ളവരെ, മലപ്പുറം ജില്ലയുടെ സുഖ്തിവാദി പ്രവർത്തകരുടെ വളരെ കാലത്തെ വളരെ ആഗ്രഹമായിരുന്നു ഇത്തരം ഒരു സെമിനാർ. എന്തായാലും ഡിസംബർ 8ഉം 9ഉം ഒരുപക്ഷെ യുക്തിവാദി പ്രവർത്തനങ്ങളിൽ എല്ലാ പ്രവർത്തകർക്കും സന്തോഷിക്കാനും ചരിത്ര
ഇടം നൽകാനും പറ്റുന്ന ഈ ഒരു സംഭവത്തിൽ സഹകരിച്ച എല്ലാവർക്കും ഔപചാരിക നന്ദി പറയുകയാണ്. ഉദ്ഘാടനത്തിലും തുടർന്നുള്ള പ്രബന്ധാവതരണങ്ങളിലും പങ്കെടുത്ത എല്ലാ ശാസ്ത്ര യുക്തിചിന്താ പ്രവർത്തകർക്കും അതുപോലെ ഈ സെമിനാറിൽ ആദ്യാവസാനം പങ്കെടുക്കുകയും സജീവമാവുകയും ചെയ്ത എല്ലാ പങ്കാളികൾക്കും സെമിനാർ സംഘടിപ്പിക്കാൻ സഹായിച്ചവർക്കും എല്ലാവർക്കും നന്ദി പറയുന്നു. അതുപോലെ പ്രത്യേകം നന്ദി പറയേണ്ട ആളുകൾ സയൻസ് ട്രസ്റ്റ് കോഴിക്കോട്, അവരെ സജീവമായിട്ട് 2 ദിവസമല്ല അതിനു മുമ്പ് തന്നെ ഈ സെമിനാറിൻ്റെ ഒരുക്കങ്ങൾക്ക് അവരുടെ ഓഫീസും അവരുടെ പ്രവർത്തകരെയും എല്ലാം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. നന്ദി പറയുന്നു. ഫ്രീ തിങ്കേഴ്സ് ഫേസ്ബുക്ക് കൂട്ടായ്മ, അവർക്കും വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. ലൈറ്റ് ആൻഡ് സൗണ്ട് റെക്കോർഡിംഗ് ടീം വളരെ നന്നായിട്ട് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഒരു പ്രശ്നവുമില്ലാതെ ഈ പ്രോഗ്രാം സംഘടിപ്പിക്കാൻ, ഒരു എററും ഇല്ലാതെ മുന്നോട്ട് പോകാൻ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അവർക്കും നന്ദി നൽകുന്നു. അതുപോലെ ഭക്ഷണം, കുറച്ച് ചില കാര്യങ്ങൾ സമയത്തിൻ്റെ പ്രശ്നം വന്നിരുന്നെങ്കിലും നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം കൃത്യമായി തന്ന കാറ്ററിംഗ് സർവീസ് കമ്മിറ്റിക്കും നന്ദി പറയുന്നു. അതുപോലെ ഈ പ്രചരണത്തിന് സഹായിച്ച മാധ്യമങ്ങൾ 2-3 മാസം മുമ്പ് തന്നെ നമ്മുടെ ഈ സ്വതന്ത്ര ലോകം പ്രചരിപ്പിക്കാൻ, സംസ്ഥാനം മുഴുവൻ പ്രചരിപ്പിക്കാൻ മാധ്യമങ്ങൾ വളരെയധികം ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. പത്രസമ്മേളനങ്ങളും എല്ലാം ഞങ്ങൾക്ക് ഇതുവരെ മുമ്പ് കിട്ടാത്ത പല അംഗീകാരങ്ങളും പത്രമാധ്യമങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അവരോടും ഞങ്ങൾ കടപ്പാട് രേഖപ്പെടുത്തുന്നു. അതുപോലെ ഈ ജില്ലയിലെയും മറ്റു ജില്ലയിൽ നിന്നും വരികയും അതിനു മുമ്പ് തന്നെ ഇതിൻ്റെ പ്രചരണത്തിനും മറ്റും സഹായിക്കുകയും ചെയ്ത എല്ലാ യുക്തിചിന്താ പ്രവർത്തകർക്കും, അതുപോലെ ഇത്രയും ദിവസം 2 ദിവസം ഞങ്ങളെ ശ്രവിച്ച എല്ലാ യുക്തിചിന്തകരല്ലാത്ത പലരും ഉണ്ട്. എല്ലാ നാട്ടുകാരെയും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് സ്വതന്ത്ര ലോകം 2012 ഇവിടെ തിരശ്ശീല വീഴുന്നു. വീണ്ടും നമുക്ക് സ്വതന്ത്ര ലോകം 2013 14 അതിൽ വെച്ച് കാണാമെന്ന് ആഗ്രഹിച്ചു നിർത്തുന്നു. ജയ് ഹിന്ദ്. നന്ദി. ശ്രീ TP ശിവദാസൻ. സ്വതന്ത്ര ലോകം 2012 ശാസ്ത്ര യുക്തിചിന്താ സെമിനാർ ഇവിടെ അവസാനിക്കുകയാണ്. സ്വതന്ത്രമായൊരു ലോകത്ത് നിർമ്മിച്ചെടുക്കുന്നതിന് വേണ്ടി ആശയപരമായ പോരാട്ടങ്ങൾ താന്താങ്ങളുടെ സമൂഹങ്ങളിൽ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഓഡിറ്റോറിയം വിട്ടുപോകുന്ന ഓരോ യുക്തിവാദി ശാസ്ത്ര ചിന്താ പ്രവർത്തകരെയും അഭിവാദ്യം ചെയ്യുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.